ക്രിസ്ത്യ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചിന്തിക്കാം. മുഴുവൻ പുതിയ നിയമവും ക്രിസ്ത്യ ജീവിതത്തെക്കുറിച്ച് പറയുന്നതാണ്. പഴയ നിയമവും അങ്ങനെ തന്നെ. യഹൂദന്മാരുടെ ജീവിതവും വിശ്വാസികളുടെ ജീവിതവും ജുഡയോ ക്രിസ്ത്യൻ എന്നൊരു പ്രയോഗമുണ്ട്. ജുഡയോ ക്രിസ്ത്യൻ, യഹൂദ ക്രിസ്തീയ മൂല്യങ്ങൾ, യഹൂദ ക്രിസ്തീയ ജീവിതം, ഏതൊക്കെ സമാനമായ ജീവിതമാണ്. അപ്പൊ അതാണ് നമ്മൾ ജീവിക്കുന്നത്. അത് വിജയകരമായി ജീവിച്ചാൽ നമുക്ക് ഒത്തിരി സന്തോഷവും സംതൃപ്തിയും ഒക്കെ ഉണ്ട്. പക്ഷെ പലപ്പോഴും നാം ആഗ്രഹിക്കുന്ന നിലയിൽ ജീവിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ആത്മാർത്ഥമായി ഇന്ന് ജീവിക്കുന്നതിനേക്കാൾ മെച്ചമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങളൊക്കെ എങ്ങനെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരാണോ? എനിക്കിങ്ങനെ ജീവിച്ചാൽ പോരാ, കുറച്ചുകൂടി മെച്ചമായി ജീവിക്കണം, അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ്. പിന്നെ എന്തുകൊണ്ട് ജീവിക്കുന്നില്ലെന്ന് എനിക്കറിയില്ല. ജീവിക്കാനായിട്ട് തടസ്സമായി നിൽക്കുന്നത് എന്താ? കൂടുതൽ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ച പ്രാർത്ഥിക്കരുതോ? കൂടുതൽ വായിക്കണമെന്ന് ആഗ്രഹിച്ച വായിക്കരുതോ? കൂടുതൽ ക്യാമ്പുകൾക്ക് പോകണമെന്ന് ആഗ്രഹിച്ച പോകരുതോ? കൂടുതൽ സുവിശേഷം പറയണമെന്ന് വെച്ചാൽ പറയരുതോ? തടസ്സമായിട്ടൊന്നും ഇല്ലല്ലോ. ഇപ്പൊ നമ്മുടെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് നാം ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിയുള്ളവെന്ന്. നാം എന്ത് ചോദിച്ചാലും അത് കൂളി ചെയ്യുന്നവനാണ്. അതെ, പ്രാർത്ഥിക്കാനെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് സഹായിക്കും. വായിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ, കൊടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. നമ്മൾ ആഗ്രഹിക്കുന്നില്ലെന്നുള്ളതാണ്. പത്രോസ് ക്രിസ്ത്യ ജീവിതത്തെ കുറിച്ച് പറഞ്ഞൊരു വേദഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ആ വേദഭാഗത്ത് നല്ലെന്ന് പറയാൻ പോകുന്നത്, എങ്കിലും ഓർമ്മയിലേക്ക് വരുന്നതുകൊണ്ട് പറഞ്ഞാണ്. സെന്റ് പത്രോസ് 1-ാം അധ്യായത്തിലെ ക്രിസ്ത്യ ജീവിതത്തിന്റെ അടിസ്ഥാനങ്ങളെ കുറിച്ച് പത്രോസ് പറയുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങളില് 5 മുതൽ 9 വരെ 10 വരെ എന്താ അവിടെ പറയുന്നത്? അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുകയും. എന്നിട്ട് പറഞ്ഞു, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കയില്ല. അവ ഇല്ലാത്തവനോ കുരുടനത്രേ. അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുൻപിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാനാ പറഞ്ഞത്. പറഞ്ഞാൽ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതിലൊരു താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ അതിന് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് വിളിയും തിരഞ്ഞെടുപ്പും, അതേക്കുറിച്ച് നമുക്കൊരു ബോധ്യതയില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന് നമുക്ക് ശരിക്കും ഒരു ഉറപ്പില്ല. ഒരു തീരുമാനമൊക്കെ എടുത്തുകൊണ്ട് കാലത്ത് ആരോ സുവിശേഷം പറഞ്ഞു, യേശു രക്ഷിതാവാശി വരുമ്പോൾ താല്പര്യമുള്ളവർ എഴുന്നേക്കാൻ പറഞ്ഞു, നമ്മൾ എഴുന്നേറ്റ് വന്നു. അദ്ദേഹം പറഞ്ഞതായിരിക്കും ഒരു പ്രാർത്ഥന, നമ്മൾ പ്രാർത്ഥിച്ചു. പിന്നെ അങ്ങനെ മുന്നോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്നാനത്തെ പറ്റിയൊക്കെ പറഞ്ഞു, കുറച്ച് ക്ലാസ്സുകളൊക്കെ കേട്ടു. പല നിർബന്ധത്തിന്റെ ഫലമായിട്ട് വന്ന് സ്നാനപ്പെട്ടു. പിന്നെ സഭായോഗത്തിനൊക്കെ വരാൻ തുടങ്ങി. പലപ്പോഴും മുടങ്ങിയതൊന്നും കുറ്റബോധമൊന്നുമില്ല. പിന്നെ എന്താ വരാഞ്ഞ നീ ആളുകൾ ചോദിക്കുന്നുള്ളൊരു പ്രയാസമുണ്ടല്ലോ, ആ പ്രയാസം തീർക്കാനായിട്ട് ഇങ്ങനെ വരികയാണ്. ആരും ചോദിച്ചില്ലായിരുന്നെങ്കിൽ ആരും വരുമില്ല. അപ്പൊ പത്രോസ് അതേക്കുറിച്ച് പറഞ്ഞത് നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനാ പറഞ്ഞത്. അതെ, അതിന് മുമ്പ് പത്രോസ് പറഞ്ഞാൽ കൂട്ടണമെന്ന് പറഞ്ഞല്ലേ? എന്തൊക്കെയാ പറഞ്ഞത്? സകല ഉത്സാഹവും കഴിച്ച് ഈ ക്രിസ്ത്യ ജീവിതത്തിന്റെ നന്മകൾ ആഡ് ചെയ്യുന്നതിൽ, കൂട്ടുന്നതിൽ സകല ഉത്സാഹവും കഴിക്കണം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പഠിക്കാൻ ഉത്സാഹം കാണിക്കില്ലേ? ഇപ്പൊ 12ന്റെ പരീക്ഷ എഴുതിയവരുണ്ട്, വേറെ ഓരോ പരീക്ഷ എഴുതിയവരുണ്ട്. എന്തോ ഒരു ഉത്സാഹത്തിലാണ് പഠിച്ചത്. ആ ഉത്സാഹം ഏതിന് കാണിക്കണം? ക്രിസ്ത്യ ജീവിതത്തിൽ കാണിക്കുന്നുണ്ടോ ആരെങ്കിലും? എവിടെ കാണിക്കുന്നുണ്ട്? പാഠം പഠിച്ചില്ലേ അമ്മമാര് പറയും, പോരുന്ന് പഠിക്കുന്ന പറയും. ബൈബിൾ പഠിച്ചില്ലേ പറയോ? ഒന്നും പറയില്ല. പഠിച്ചു എന്ന് പറഞ്ഞാൽ ഒരു 3-4 വാക്യം വായിച്ചു, ഇത്രയും കൊണ്ട് അത് മതി. 3-4 വാക്യം വായിച്ചാൽ മതിയോ പഠിത്തത്തിന്? പോരാല്ലോ. എത്ര മണിക്കൂറായിരുന്നു പഠിക്കുന്നത്, കുത്തിയിരുന്ന് പഠിക്കുന്നത്? അത്ര പഠിച്ചാലും ഇല്ല. അങ്ങനെ താല്പര്യമൊന്നുമില്ല. ക്രിസ്ത്യ ജീവിതത്തിൽ വളരുകയാണോ, അതോ നമ്മുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ വളരുകയാണോ, ഔദ്യോഗിക ജീവിതത്തിൽ വളരുകയാണോ? ഏതാ കുറച്ചുകൂടെ പ്രധാനം?
അതൊക്കെ പറഞ്ഞാൽ പറയും ക്രിസ്ത്യ ജീവിതത്തിലൊക്കെയാണെന്ന് പറയും. അത് പറച്ചിലിന് വേണ്ടി മാത്രം പറയാം, യഥാർത്ഥത്തിൽ അർത്ഥമാക്കിക്കൊണ്ട് പറയുന്നതല്ല. നമ്മള് ക്രിസ്ത്യ ജീവിതമൊക്കെ വളരെ തകരാറിലാണ്. പത്രോസ് പറഞ്ഞു ഇങ്ങനെ നിങ്ങളെ കൂട്ടണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ആഡ് ഒന്നിനോടൊന്ന് കൂട്ടി കൂട്ടി വരണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ, ഉണ്ടായാൽ പോരാ, വർദ്ധിക്കണം. വീട് പണിയുന്നത് പോലെയാ അല്ലേ? ഒരു നിര കല്ല് വെച്ച് ഒരു ഇഷ്ടിക ഇങ്ങനെ വെച്ചു, 4 ചുറ്റിലും വെച്ചു. വീട് പണി കഴിഞ്ഞോ? ഇല്ല. പിന്നെന്ത് ചെയ്യും? അതിന് മീതെ ഇഷ്ടിക വെച്ചു, സിമെന്റ് ഇട്ടു, ഇഷ്ടിക വെച്ചു. വീട് പണി കഴിഞ്ഞോ? ഇല്ല. പിന്നെ അതിന് മീതെ പിന്നെയും അങ്ങനെ എത്ര വരി? 10 അടി 12 അടി 11 അടിയൊക്കെ ഉയരത്തിൽ വരുന്ന വഴി. അതിനിടയ്ക്ക് പിന്നെ ഒരു ബെൽറ്റൊക്കെ വാർത്ത്. കണ്ടില്ലേ? നമ്മള് അതുപോലെ പണിയണമെന്നാ പറഞ്ഞ ക്രിസ്ത്യ ജീവിതം അതുപോലെ പണിയണം. അങ്ങനൊന്നും പണിയുന്നില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ പകൽ തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ എത്ര പേര് ബൈബിൾ വായിച്ചു, എത്ര പേര് പ്രാർത്ഥിച്ചു, എത്ര നേരം പ്രാർത്ഥിച്ചു? ബൈബിൾ വായിച്ചവർ കാണും, ഒരധ്യായം അങ്ങേറ്റം വായിച്ചവർ കാണും. അതിനപ്പുറത്തേക്ക് ഇല്ല, ഉത്സാഹമില്ല. ഈ പതിവ് തീർക്കാനായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ തീർക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടു പോയത് കൊണ്ട് വായിച്ചില്ലേ മോശമാണെന്നല്ലോ. അതെ, രക്ഷിക്കപ്പെട്ടു പോയത് കൊണ്ട്. ഇന്നിപ്പം ബുധനാഴ്ച ക്ലാസ്സിൽ നിങ്ങൾ 10 പേര് വന്നു. നിങ്ങൾ ആത്മാർത്ഥമായ ആഗ്രഹമുള്ളവരായതുകൊണ്ട് വന്നവരാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ താല്പര്യത്തെ ഒന്നും പുറത്ത് കാണിക്കുന്നില്ല. വരാത്ത ആളുകൾ എന്താ വരാത്തത്? ആശുപത്രിയിലായിട്ടാണ്. ആശുപത്രിയിലായിട്ടൊന്നുമല്ല. മഹാത്മാഗാന്ധി പറയുമായിരുന്നു 10 മണിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്, 10 മണിയാകുമ്പോൾ വന്നില്ലെങ്കിൽ മഹാത്മാഗാന്ധി പറയും ഒന്നുകിൽ അദ്ദേഹം കാറടിച്ച് അപകടത്തിലായി ആശുപത്രിയിലാണ്, അല്ലെ അദ്ദേഹം മരിച്ചുപോയി. എന്നദ്ദേഹം പറയുമായിരുന്നു. ഇനി അദ്ദേഹത്തിന് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. 10 മണിക്ക് ആണ് വരാൻ സാധിച്ചില്ലേ, അദ്ദേഹം ഒന്നി അപകടം പറ്റിയ ആശുപത്രിയിലാണ്, അല്ലെ അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ ഗാന്ധി അങ്ങനെയാണ് കാര്യങ്ങളെ കണ്ടത്. വിശ്വാസികൾ അങ്ങനെയല്ലേ കാണേണ്ടത്? വിശ്വാസികൾ അങ്ങനെയൊക്കെ തന്നെയാണ് കാണുന്നത്. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ വർദ്ധിച്ചു വരുന്നതിനെ കുറിച്ചാണ്. വർദ്ധിച്ചു വരുന്നത് ക്രിസ്ത്യ ജീവിതത്തിൽ ഒരു വർധന ഉണ്ടാകും. നമുക്ക് 4-ാം അധ്യായം നമുക്ക് വായിക്കാം. 18 വാക്യം. ജീവിതത്തെ കുറിച്ച് ഇതിനേക്കാൾ മെച്ചമായിട്ട് എങ്ങനെയാ പറയുന്നത്? ഇവിടെ 2 പ്രാവശ്യം വർദ്ധിച്ചു വരണമെന്ന് പ്രയോഗമുണ്ട്. ശ്രദ്ധിച്ചോന്നറിയില്ല. കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് വർദ്ധിച്ചു വരണം. പിന്നെയും കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വർദ്ധിച്ചു വരണമെന്ന് പറഞ്ഞു. പത്രോസും അത് തന്നെ ഉണ്ടായി വർദ്ധിച്ചു വരുന്നതാണ്. ക്രിസ്ത്യ ജീവിതത്തിനൊരു വർധനമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തോ കാര്യമായ ഒരു പ്രശ്നമുണ്ട്. എന്തോ കാര്യം അടിസ്ഥാനപരമായ ഒരു ഫണ്ടമെന്റൽ പ്രോബ്ലം. ചില ജീവിതത്തിൽ നമ്മൾ പറയും രക്ഷിക്കപ്പെട്ട് ധ്യാനപ്പെട്ടു എന്നല്ലാതെ അവന്റെ ജീവിതത്തിൽ യാതൊരു പുരോഗതി ഉണ്ടായിട്ടില്ല. ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. ഇങ്ങനെ രക്ഷിക്കപ്പെട്ട് ധ്യാനപ്പെട്ടു, സഭ വരുന്നു, അപ്പം തുറക്കുന്നു, പോകുന്നു, ഇല്ല, ഒരു പുരോഗതിയില്ല. അപ്പൊ പത്രോസും പറയുന്നത്, പൗലോസും പറയുന്നത് എന്തോ കാര്യമായ പ്രോബ്ലം ഉണ്ട്. പത്രോസ് അതുകൊണ്ട് പറഞ്ഞു നിങ്ങൾ വിശ്വാസത്തിൽ തന്നെ വന്ന് പരിശോധിച്ച് നോക്കാൻ പറഞ്ഞു. നിങ്ങളെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ പറഞ്ഞു. ചിലർക്ക് അതേക്കുറിച്ച് ഉറപ്പില്ല. ചിലപ്പോഴൊക്കെ സംശയമാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടാണ്, കർത്താവിനെ തിരഞ്ഞെടുത്താണ്, ആർക്കറിയാം എന്താ ഇങ്ങനെയൊക്കെ. അപ്പൊ അത് ഉറപ്പുവരുത്തണം. പൗലോസും കൊരിന്ത്യരോട് പറഞ്ഞു നിങ്ങൾ വിശ്വാസത്തിൽ തന്നെ വന്ന് നിങ്ങളെ പരിശോധിച്ച് നോക്കാം. നിങ്ങളുടെ പോക്ക് കണ്ടിട്ട് വിശ്വാസികളല്ലെന്ന് തോന്നുന്നില്ല, നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. അത് കൊരിന്ത്യനെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് തന്നെ സംശയം തോന്നി, കൊരിന്ത്യർ രക്ഷിക്കപ്പെട്ടവരാണോ? ഓരോ അധ്യായം വായിക്കുമ്പോൾ ഓരോരോ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ആളുകൾ കൊരിന്ത്യക്കാരൊന്നും രക്ഷിക്കപ്പെട്ടവരൊന്നും അല്ല. പൗലോസിന് സംശയം ഉണ്ടായിരുന്നു. സഹോദരന്മാരെന്നൊക്കെ വിളിച്ചു, അതൊക്കെയാണ് വിളിച്ച് വിശുദ്ധന്മാരെന്നൊക്കെ വിളിച്ചൊക്കെയാണ് പറഞ്ഞത്. എങ്കിലും പൗലോസിന് ആത്മാർത്ഥമായ സംശയമുണ്ട്. പൗലോസ് പറഞ്ഞു നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരല്ലാത്ത ഞാൻ പറഞ്ഞു, നിങ്ങൾ ജഡികരാന്ന് ഞാൻ പറഞ്ഞു. ജഡികരാണ്, ആത്മീയതായില്ല, ആത്മീയത പോലെ നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ ഇപ്പോൾ ജഡികരാണ്, മത്സരമുള്ളവരാണ്, വഴക്കുള്ളവരാണ്, അതെല്ലാം പറഞ്ഞു. ഈ ജഡികരും പ്രാകൃതരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ജഡികർ രക്ഷിക്കപ്പെട്ടവരാ, പക്ഷേ പ്രാകൃതരെ പോലെ ജീവിക്കുന്നവരാ. പ്രാകൃതർ രക്ഷിക്കപ്പെട്ടവരല്ല, അവർ ജനിച്ചതുപോലെ തന്നെ ജീവിക്കുന്നവരാ. അപ്പൊ ഈ രക്ഷിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് ജഡികരെ പോലെ പ്രാകൃതരായിട്ട് ജീവിക്കുമ്പോൾ പിന്നെ ചെയ്യാവുന്നത് രക്ഷിക്കപ്പെട്ടവരാണോ എന്നത് പരിശോധിച്ച് നോക്കുക. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്
രക്ഷിക്കപ്പെട്ടാണോ പരിശോധിച്ചു. വിശ്വാസത്തിലാണോ, നിങ്ങൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ പരിശോധിച്ച് നോക്കണം. പൗലോസും അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. പൗലോസും ഇവിടെയും പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാകണം, പ്രോഗ്രസ് ഉണ്ടാകണം. പ്രോഗ്രസ് ഉണ്ടാകുന്നില്ലെങ്കിൽ വളരെ സങ്കടമാണ്. പ്രോഗ്രസ് ഉണ്ടാകേണ്ട മേഖലകളുണ്ട്. അതാണ് പൗലോസിൽ എടുത്തു പറയുന്നത്. പൗലോസ് ഉണ്ടാകുന്ന മേഖലകൾ 1-2 വാക്യങ്ങൾ പൗലോസ് പറയുന്നത് നമ്മുടെ അനുസരണത്തിൽ നമുക്ക് പ്രോഗ്രസ് ഉണ്ടാകും. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിപ്പാനൊക്കെ ഉണ്ട്. നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ ഇനി അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷ പ്രബോധിപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവായ യേശുവിന്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ അവിടെ ഒരു വർധന ഉണ്ടാകണം. പൗലോസ് എന്തെല്ലാം കൽപ്പനകൾ കൊടുത്തിട്ടുണ്ടോ ആ കൽപ്പനകൾ അനുസരിക്കുന്ന കാര്യത്തിൽ ഒരു വർധന ഉണ്ടാകണം. സുവിശേഷങ്ങളിൽ കർത്താവ് എന്തെല്ലാം കൽപ്പനകൾ തന്നിട്ടുണ്ടോ അതെല്ലാം നമ്മൾ അനുസരിക്കണം. കാരണം കർത്താവിന്റെ കൽപ്പന എങ്ങനെയാ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ. അങ്ങനെയാ കർത്താവ് പറഞ്ഞു. പൗലോസ് പറഞ്ഞു, എന്തെല്ലാം കാര്യങ്ങൾ കർത്താവിന്റെ ഇഷ്ടത്താൽ ആജ്ഞയാൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ അനുസരിക്കണമെന്ന് മാത്രമല്ല, വർധന ഉണ്ടാകും. അപ്പൊ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ അങ്ങനെ വർധനവില്ല. ശരിയല്ല. നിങ്ങൾ ദയവായിട്ട് ഒരു ദിവസം രാവിലെ ഇരുന്നിട്ട് മത്തായി തുടങ്ങി യോഹന്നാൻ വരെയുള്ള സുവിശേഷങ്ങൾ കൽപ്പനയായിട്ട് ആജ്ഞയായിട്ട് പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഒന്ന് കുറിച്ചു വെക്കണം. ആജ്ഞയായിട്ട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എത്ര എണ്ണം ഉണ്ടെന്നറിയാമോ? കുറേയേറെ ഉണ്ട്. എന്നിട്ട് പിന്നെ റോമാലേഖനം തുടങ്ങി പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുള്ള ലേഖനങ്ങളിലെല്ലാം ആജ്ഞയായിട്ട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് കുറിച്ചു വെക്കണം. പിന്നെ പത്രോസ് പറഞ്ഞു, യോഹന്നാൻ പറഞ്ഞു, എല്ലാം. അങ്ങനെ പുതിയ നിയമത്തിലെ ആജ്ഞകളെല്ലാം കുറിച്ചു വെക്കണം. എന്നിട്ട് എല്ലാ ദിവസവും സന്ധ്യയായി വരുമ്പോൾ ഈ ആജ്ഞയിൽ ഏതൊക്കെ അന്നത്തെ ദിവസം അനുസരിച്ചു എന്നൊന്ന് മാർക്ക് ചെയ്യണം. ഏതൊക്കെ അനുസരിച്ചു എന്ന് നിങ്ങൾ അതിശയിച്ചു പോകും. അതിശയിച്ചു. ഒരു 10-60 കൽപ്പനകൾ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെയുണ്ട്. കർത്താവ് തന്നതിന് അനുസരിക്കാൻ വേണ്ടി. അതിലെത്രണ്ണം അനുസരിച്ചു എന്ന് മർക്കോസിലും ഉണ്ട്, ലൂക്കോസിലും ഉണ്ട്, യോഹന്നാനിലും ഉണ്ട്, റോമാലേഖനത്തിലുണ്ട്, എഫേസ്യ ലേഖനത്തിലുണ്ട്, എല്ലാ ലേഖനങ്ങളിലും ഉണ്ട്. 100 കണക്കിന് കൽപ്പനകൾ. അതിലെത്രണ്ണം അനുസരിക്കുന്നു? അപ്പൊ പൗലോസ് അതല്ല ഇവിടെ പറഞ്ഞത്. പൗലോസ് പറഞ്ഞ ഇതാണല്ലോ, ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ചു, ഞങ്ങൾ കർത്താവായ യേശുവിന്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ആ കൽപ്പനകളിൽ നിങ്ങൾ വർദ്ധിച്ചു വരും അനുസരിക്കുന്ന കാര്യം. അങ്ങനെ വർദ്ധിച്ചു വരുന്ന വിശ്വാസത്തിലെ കണ്ടാൽ തന്നെ നമുക്ക് പഠിത്തത്തിൽ വർദ്ധിച്ചു വരുന്ന കുഞ്ഞുങ്ങളെ കണ്ടാൽ അറിയില്ലേ? ഓരോ ക്ലാസ് കഴിയുന്തോറും അവരെ അഡ്വാൻസ് ചെയ്യുന്നു. ശരീരത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളെ കണ്ടാൽ അറിയാം, വളരാത്ത കുഞ്ഞുങ്ങളെ കണ്ടാൽ അറിയാം. അത് ഓരോ ദിവസം കഴിയുന്തോറും അവരെല്ലാം തൊലിയാട്ടി ഇങ്ങനെ മാറും. മറ്റവരെ കണ്ടാൽ അറിയാം, നല്ല മിടുക്കന്മാരായിട്ട്, നല്ല ആരോഗ്യമുള്ളവരായിട്ട്, മസിലൊക്കെ ഉള്ളവരായിട്ട്. ക്രിസ്ത്യ ജീവിതത്തിൽ അങ്ങനെ വളരണമെന്നാണ് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാവുന്നല്ലാതെ ഇപ്പൊ വളർത്താൻ ഒക്കും. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാവുന്നേ ഉള്ളൂ. പൗലോസും പറഞ്ഞുകൊണ്ടിരുന്നു, കർത്താവും പറഞ്ഞുകൊണ്ടിരുന്നു. ശിഷ്യന്മാരെ എത്ര പ്രാവശ്യം കർത്താവ് ശാസിച്ച ഓരോരോ വിഷയങ്ങളിൽ. കാരണം കർത്താവിന്റെ കൂടെ നടന്നവരും കർത്താവ് പഠിപ്പിച്ചവരുമാണെങ്കിലും കർത്താവ് തന്നെ ചോദിച്ചത് നിങ്ങൾ ഏതാത്മാവുള്ളവരാന്ന് ചോദിച്ചു. ഏതാത്മാവുള്ളവരാ? കർത്താവ് അവരെ ശാസിക്കുകയും തിരുത്തുകയൊക്കെ ചെയ്തു. ഇന്നും അത് ആവശ്യമാണ്, തിരുത്തൽ. ഇപ്പൊ ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നടക്കണം. ബോധപൂർവം നമ്മോട് തന്നെ നമ്മൾ ചോദിക്കണം, ഞാൻ ദൈവപ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണമാണ്. പൗലോസ് പറഞ്ഞു, ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ തന്നെ അപ്പോസ്തലന്മാർ ഇങ്ങനെയാണോ പറഞ്ഞത് എന്നൊക്കെ നമ്മൾ ചോദിക്കണം. ചോദിച്ചിട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ എന്താണോ അത് നാം അനുസരിക്കണം. നമ്മൾ തന്നെ പറയണം, പൗലോസേ നീ പറഞ്ഞതുപോലെ അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ എന്തുകൊണ്ടാണ് നടക്കേണ്ടത് എന്നതിനുള്ള ഉത്തരം വളരെ ശ്രദ്ധേയമാണ്. ഞങ്ങൾ കർത്താവായ യേശുവിന്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾക്കറിയാം. കർത്താവിന്റെ ആജ്ഞയല്ല, കർത്താവ് പറഞ്ഞെഴുതുക എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയത്. ദൈവവിശ്വാസ്യമാണ്. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളും പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളും.
ഓരോ വാക്കും ഓരോ അക്ഷരവും ദൈവവിശ്വാസം നമുക്ക് വേണ്ടി എഴുതിയതാണ്. മുന്നെഴുതിയത് നമ്മുടെ ബുദ്ധിപദേശത്തിന് വേണ്ടിയാണ്. പഴയ നിയമം റോമാലേഖനത്തിലും കൊരിന്ത്യർ ലേഖനത്തിലും പൗലോസ് അപ്പോസ്തലൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമം മുഴുവൻ നമുക്ക് വേണ്ടിയാണ്. നാം അതനുസരിച്ച് നടക്കണം. അപ്പോസ്തലന്മാർ വെറുതെ തമാശ വേണ്ടി പുസ്തകം എഴുതുന്ന ഒരു രസമാണ്. അതിനുവേണ്ടി എഴുതിയതല്ല. നമ്മുടെ ആളുകൾ അങ്ങനെ വായിക്കുന്നവരല്ല, പുസ്തകം വായിക്കുന്നവരുമല്ല, ദൈവവചനം വായിക്കുന്നവരൊന്നും അല്ലെന്നുള്ളതാണ് ഞാൻ കൂടുതലായിട്ട് മനസ്സിലാകുന്നത്. ഒരു ക്വിസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയൊക്കെ വായിക്കും, അത് നല്ലതാണ്. ആ പുസ്തകത്തിൽ നിന്ന് ഒരു ക്വിസ് ഇല്ലെങ്കിൽ അതാരും വായിക്കുകയില്ല. 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലെ പൗലോസ് അതുപോലെ തന്നെ പ്രധാനമായ മറ്റൊരു മേഖലയെക്കുറിച്ച് 3 മുതൽ 8 വരെ പറയുന്നു, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തരും ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല, ശുദ്ധീകരണത്തിലും മാനത്തിൽ താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും വരുത്. ഞങ്ങൾ നിങ്ങളോട് മുൻപേ പറഞ്ഞതുപോലെ ഈ വകയ്ക്കൊക്കെ ഈ പ്രതികാരം ചെയ്യുന്ന ദൈവം കർത്താവല്ലോ. ദൈവം നമ്മെ അശുദ്ധിക്ക് അല്ല വിശുദ്ധീകരണത്തിൽ അത്ര വിളിച്ചത്. ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെ അല്ല, തന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. വിശ്വാസികൾ വിശുദ്ധി വളരണമെന്ന് വിശുദ്ധിയിൽ വളരണം. അനുസരണത്തിൽ വളരുന്നത് പോലെ തന്നെ വിശുദ്ധിയിൽ വളരണം. നമ്മുടെ ശുദ്ധീകരണം ദൈവഹിതമാണ്. ദൈവത്തിന് നമ്മെ പറ്റിയുള്ള ആഗ്രഹം എന്താണ്? ശുദ്ധീകരണം. നമ്മൾ വിശുദ്ധരായിരിക്കണമെന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം പറഞ്ഞിട്ടുണ്ടത്. യഹോവശുദ്ധനായിരിക്കാൻ നിങ്ങൾ വിശുദ്ധരായിരിക്കും. പത്രോസും പറഞ്ഞു, ദൈവം വിശുദ്ധരായിരിക്കുന്നത് പോലെ നമ്മൾ വിശുദ്ധരായിരിക്കും. പൗലോസും അക്കാര്യം അനേക പ്രാവശ്യം പറഞ്ഞു, നമ്മുടെ വിശുദ്ധീകരണത്തെക്കുറിച്ച്. നമ്മുടെ ശുദ്ധീകരണം ദൈവത്തിന്റെ ഹിതമാണ്. ദൈവം വിശുദ്ധനായിരിക്കുന്ന പോലെ നാം വിശുദ്ധരായിരിക്കണം. ദൈവമക്കൾ ദൈവത്തെ അനുസരിക്കണം. ദൈവം വിശുദ്ധനാണ്, അതുകൊണ്ട് നമ്മൾ വിശുദ്ധരാണെന്ന് പറഞ്ഞാൽ ആട്ടിന്റെ കുട്ടി പന്നിയുടെ കുട്ടിയെ പോലെ ജീവിക്കാനൊക്കെ. പന്നിയുടെ കുട്ടി ചെളിയിൽ കിടന്നുരുളും, ആട്ടിന്റെ കുട്ടി ചെളിയിൽ കിടന്നുരുളുകയില്ല. അബദ്ധവശാൽ വല്ല ചെളിയും പിടിച്ചാൽ അത് കുറച്ചു നേരം കുടഞ്ഞു, ദേഹം കുടഞ്ഞത് ശുദ്ധമാക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം ആടിന്റെ പാപത്തോടെ ചെളിയോടുള്ളതായിരിക്കുന്ന പ്രതികരണം എന്ന് പറഞ്ഞാൽ ഒരു വെറുപ്പാണ്. പന്നിക്ക് ചെളിയോടുള്ള പ്രതികരണം എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ്. അതുകൊണ്ട് അത് അതിൽ തന്നെ കിടന്നുരുളും. ചില വിശ്വാസികളും അങ്ങനെ തന്നെയാണ്. ചെളിയിൽ കിടന്നുരുളുന്നത് അവർക്ക് വളരെ ഇഷ്ടമാണ്. നമ്മൾ പിന്നെ അവരെ നിങ്ങൾ പാപം ചെയ്തു നോക്കി അവരെ നമ്മൾ ബോധ്യപ്പെടുത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടും. കുറച്ചു നേരമൊക്കെ അവർ പിടിച്ചു നിൽക്കാൻ നോക്കുമോ, അതൊന്നും പാവമല്ല, ആരാ ചെയ്യാൻ, എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ വളരെ ബുദ്ധിമുട്ടി അവരെ ബോധ്യപ്പെട്ടിട്ടല്ല, ശല്യം ഒഴിയിട്ട് വിചാരിച്ച പറയാൻ തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ട പറ. പാപത്തെക്കുറിച്ചൊരു ബോധമൊന്നുമില്ല. വിശുദ്ധനായ ദൈവത്തിന്റെ മക്കൾക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ദുർനടപ്പ് വിട്ടൊഴിയണം. വിശ്വാസികൾക്ക് ദുർനടപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പൗലോസ് പറയുന്നത് വിട്ടൊഴിയണമെന്നാണ്. അപ്പൊ അവരിലൊക്കെ അന്നുണ്ടായിരുന്നു, ദുർനടപ്പുകാരായിരുന്നു എന്ന് പൗലോസ് കൊരിന്ത്യരോട് പറഞ്ഞു. നിങ്ങൾ അങ്ങനെയുള്ളവരായിരുന്നു, എന്നാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ വാഷ് ചെയ്യപ്പെട്ടു, നിങ്ങൾ കഴുകപ്പെട്ടു. അങ്ങനെയായിരുന്നു. ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിൽ ജീവിക്കരുതെന്നാണ്. ജാതികളായ ആളുകൾ അങ്ങനെയാണ്. നമ്മുടെ വർത്തമാന പത്രം എടുത്ത് നോക്കിയാൽ മതി, ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിയാൽ മതി, ജാതികൾ എങ്ങനെയാ ജീവിക്കുന്നത് അറിയണം. എന്തൊരു കഷ്ടമാണ് അല്ലേ? വല്ല മര്യാദയുണ്ടോ? വിശ്വാസികളും അങ്ങനെയൊക്കെ ആയാലും എന്ത് ചെയ്യും? ഭക്തന്മാരെന്നൊക്കെ നമ്മൾ നടിച്ചതായിരിക്കുന്ന പല ആളുകളും ഈ അടുത്ത കാലങ്ങളിൽ വീണുപോയിട്ടുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ലോകപ്രശസ്തരായ ദൈവദാസന്മാരൊക്കെ എങ്ങനെ വീണുപോയി? എന്താ അവർ വീഴുന്നത്? ജാതികളെ പോലെ ജീവിക്കുന്നു, ക്രിസ്ത്യാനികളെ പോലെ പ്രസംഗിക്കുകയും ജാതികളെ പോലെ ജീവിക്കുകയും ചെയ്യും. അങ്ങനെയാ പല ആളുകളും. രക്ഷിക്കപ്പെടാത്ത ആളുകളെ ശ്രദ്ധിച്ചു നോക്കി അവരുടെ സംസാരവും അവരുടെ പ്രവൃത്തികളും എല്ലാം ലൈംഗികമായ ഒരു ചൊവ്വ അതിലെല്ലാം ഉണ്ടായി. ഏത് പരസ്യമാണെങ്കിലും ഒരു സോപ്പ് വിൽക്കണമെങ്കിൽ
ഒരു സോപ്പ് വയ്ക്കണമെങ്കിൽ ലൈംഗികമായിരിക്കുന്ന എന്തൊക്കെ ഒരു അല്പം മസാല ചേർത്ത് പരസ്യം ചെയ്തിട്ടില്ല. അതെ, അത് സോപ്പ് എന്തിനാണ്? പൗഡർ വയ്ക്കണമെങ്കിൽ സോപ്പ് വയ്ക്കണമെങ്കിൽ എന്ത് വയ്ക്കണമെങ്കിൽ അങ്ങനെയാ. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ചിന്തകൾ അങ്ങനെയാണ്, ലൈംഗികമായ ലൈനിലേ അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ അങ്ങനെ വിശ്വാസികളായി നമുക്കങ്ങനെ ഒക്കുകയില്ല. പൗലോസ് പറഞ്ഞു താൻ താന്റെ പാത്രത്തെ നേടട്ടെ. വ്യാഖ്യാതാക്കൾക്കിടയിലെ അത് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു പ്രയോഗമാണ്. പാത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലർ പറയുന്നു സ്വന്തം ശരീരത്തെയാണ് പാത്രം, വേറെ ചിലർ പറയുന്നു ഭാര്യയെ കുറിച്ചാണ്. അതുകൊണ്ട് ബലഹീനപാത്രം എന്നൊക്കെ ഉണ്ടല്ലോ, പത്രം ബലഹീനപാത്രം. അത് കഴിഞ്ഞ് ആരും സഹോദരനെ ചതിക്കരുതെന്ന് പറഞ്ഞു. അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത്. സഹോദരനെ ചതിക്കരുതെന്ന് പറഞ്ഞാൽ സഹോദരന്റെ ഭാര്യയെ, പഴയ നിയമത്തിലൊരു പ്രയോഗമാണല്ലോ, കൂട്ടുകാരന്റെ ഭാര്യ വഷളാക്കുക. എല്ലാ പ്രവാചകന്മാരും പറഞ്ഞു കൂട്ടുകാരന്റെ ഭാര്യയെ വഷളാക്കുക, കൂട്ടുകാരന്റെ ഭാര്യ എടുത്ത് പോവുക, കൂട്ടുകാരന്റെ ഭാര്യ വഷളാക്കുക. യഹൂദന്മാരുടെ ഇടയിൽ ഒരു വലിയ ഹോബിയായിരുന്നു. പുതിയ നിയമത്തിലും അത് തന്നെയാണ് പറഞ്ഞത്. ആരും തന്റെ സഹോദരനെ ഇക്കാര്യത്തിൽ ചതിക്കരുത്. ഏതാ താന്താന്റെ പാത്രത്തെ നേടുന്ന കാര്യത്തിൽ എന്ന് പറഞ്ഞത് ചിലർ പറയുന്നത് സ്വന്തം ശരീരമാണെന്ന് പറയുന്നവര് സ്വർഗരതി ആ നിലയിൽ സഹോദരനെ ചതിക്കരുത്. വേറെ ചിലർ പറയുന്നതല്ല, നീ നിന്റെ ഭാര്യയുമായി മാത്രം ബന്ധപ്പെടുക, നിന്റെ സഹോദരന്റെ കൂട്ടുകാരന്റെ ഭാര്യയുടെ പോകാതെ. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനം. ഞാനതിനെ ഭാര്യ എന്നുള്ളതില്ല എടുക്കുന്നത്, താന്താന്റെ പാത്രത്തെ. കല്യാണം കഴിച്ചാൽ പോരാ, ഭാര്യമാരെ നേടണം. ഭാര്യമാരെ നേടണം. പഴയ നിയമത്തിൽ അത് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് പലരും കൂട്ടുകാരുടെ ഭാര്യമാരെ വഷളാക്കുന്നത്. കൂട്ടുകാരൻ വരുമ്പോൾ വഷളാക്കാൻ സ്ത്രീകൾ സമ്മതിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭർത്താക്കന്മാരെ വരെ നേടിയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പൊ അതൊക്കെ ദൈവവചനത്തിലെ കൽപ്പനകളാണ്. 1 കൊരിന്ത്യർ 7 അധ്യായത്തിലൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലേ, ഭാര്യ ഭർത്താവിനെ പ്രസാദിപ്പിക്കണം, ഭർത്താവ് ഭാര്യയെ പ്രസാദിപ്പിക്കണം, ഭാര്യയുടെ ശരീരത്തിന്മേൽ ഭർത്താവിന്, ഭർത്താവിന്റെ ശരീരത്തിന്മേൽ ഭാര്യയ്ക്ക് അധികാരമൊക്കെ കൊടുത്തിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് വേണം. ഉത്തമഗീതമൊക്കെ വായിക്കുമ്പോൾ അതേക്കുറിച്ചൊക്കെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഒന്നുമല്ല പറഞ്ഞത് കണ്ടു. ഉത്തമഗീതം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പാലിച്ച് ജീവിച്ചാൽ വളരെ നല്ലതാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം നമ്മോട് ചോദിക്കുന്ന, ന്യായത്തിൽ ചോദിക്കുന്ന, കർത്താവ് ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്ന് പുരുഷനോടും സ്ത്രീയോടും ചോദിക്കും, ഞാൻ നിനക്ക് പങ്കാളിയായിട്ട് ഒരാളെ തന്നു, നിനക്ക് ഞാനൊരു സ്ത്രീയെ നിന്റെ ഭാര്യയായിട്ട് തന്നു, നീ അവളെ സ്നേഹിക്കുകയും അവളുടെ ആവശ്യങ്ങൾ നടത്തുകയും ചെയ്യാതെ നീ ലൈംഗിക ചിന്തകളുമായി അന്യ സ്ത്രീകളെടുക്കൽ പോയി. എന്തുകൊണ്ട്? നിന്റെ രഹസ്യ ജീവിതത്തിൽ അന്യ സ്ത്രീകളെ കുറിച്ച് ചിന്തിച്ചാണ് ജീവിച്ചത്. എന്തുകൊണ്ട്? ഭാര്യമാരോട് ചോദിക്കും, നീ നിന്റെ പുരുഷന്റെ ആവശ്യങ്ങൾക്ക് സഹകരിച്ചില്ല, എന്തുകൊണ്ട്? അതുകൊണ്ട് നിന്റെ പുരുഷൻ അന്യ സ്ത്രീകൾക്ക് പോകാനിടയായി, എന്തുകൊണ്ട്? അതൊരു വലിയ ചോദ്യമാണ്. അതൊരു വലിയ ചോദ്യമാണ്. പൗലോസിലൂടെ പറഞ്ഞു, നിങ്ങളുടെ വിശുദ്ധീകരണം വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. ആരും സഹോദരനെ ഇക്കാര്യത്തിൽ അതിക്രമിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വിട്ടു പോകും. നിനക്ക് അനുവാദമില്ലാത്ത ഒരു കാര്യമുണ്ട്. ഏതാണ്? സഹോദരന്റെ ഭാര്യയുടെയൊക്കെ ചെല്ലുക എന്ന് പറയുന്ന അതിര് വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. ആ അതിരിലേക്ക് പ്രവേശിക്കാൻ നിനക്ക് അനുവാദമില്ല. ആരും അതിര് വിട്ടു പോകരുത്. സഹോദരനെ ചതിക്കുകയും വരുത്. തെറ്റാണ്. ജാതികളെ പോലെ കാമവികാരത്തിൽ അല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ ഭാര്യയെ നേടിക്കൊള്ളട്ടെ, താന്താന്റെ ഭർത്താവിനെ നേടിക്കൊള്ളട്ടെ. ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും വരുത്. ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ ഈ വകയ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്നവൻ ഭർത്താവല്ല. പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു. മറ്റനേക കാര്യങ്ങൾക്ക് പ്രതികാരം ചെയ്യും. ഈ കാര്യത്തിന് പ്രതികാരം ഇവിടെ തന്നെ ചെയ്യും. ലൈംഗിക പാപത്തിൽ ഇടപെടുന്ന ആളുകൾക്ക് ഇവിടെ വെച്ച് തന്നെ ചെയ്യും. അവിടെ ചെല്ലുമ്പോൾ കണക്ക് കൊടുക്കണം. ഇവിടെ വെച്ച് തന്നെ കിട്ടും. കാരണം ദൈവം ഏറ്റവും വെറുക്കുന്ന പാപമാണ്. ഏറ്റവും വെറുക്കുന്ന പാപമാണ്. മറ്റെല്ലാ പാപങ്ങളും ശരീരത്തിന് പുറത്ത് ചെയ്യുന്ന പാപമാണ്. ഈ പാപം നമ്മുടെ ശരീരത്തിനെതിരെ നാം ചെയ്യുന്നതാണ്. നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. പൗലോസ് പറഞ്ഞ അതിനെടുത്ത് വേഷിക്കൊടുക്കുക. അതെങ്ങനെ ചെയ്യാനായി സാധിക്കും? ഒരിക്കലും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇപ്രകാരമുള്ള തിന്മകളെ ചെയ്യുന്നവര് ദൈവത്തെ തുച്ഛീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഗൗരവമാണ്.
ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെ അല്ല, തന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. ലൈംഗിക വിഷയങ്ങളിൽ പാപം ചെയ്യുന്നവർ ദൈവത്തെ തുച്ഛീകരിക്കുക, ദൈവത്തെ തുച്ഛീകരിക്കുക, ദൈവത്തെ അലസമായി കാണുന്നു. അതെ, നമ്മൾ പല കാര്യങ്ങളും തുച്ഛീകരിക്കും. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയും ദൈവത്തെ തുച്ഛീകരിക്കുകയും ചെയ്യുമെന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള പാപമാണ്, ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് വിശുദ്ധീകരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിശുദ്ധിയോടെ ജീവിക്കുക. ഇന്നിപ്പോ ചെറുപ്പക്കാരുടെയൊക്കെ ഇടയിൽ എന്തൊക്കെയാ നടക്കുന്നത്? വല്ല പ്രമാണവും ഉണ്ടോ? ഒരു പ്രമാണവും ഇല്ല. തോന്നിയ പോലെ ജീവിക്കുക. അങ്ങനെ ജീവിക്കാനായിട്ട് ദൈവം അനുവദിച്ചിട്ടില്ല. നമ്മുടെ ദൈവം വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുമെന്നാണ്. അതുകൊണ്ട് പാപത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ലൈംഗിക പാപത്തെ സംബന്ധിച്ച് വളരെ ഗൗരവമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമാണ്. ദൈവം നമ്മെ അശുദ്ധിക്കല്ല, വിശുദ്ധിക്ക് തന്നെ വിളിച്ചിരിക്കും. ലൈംഗിക കാര്യങ്ങൾ നാം അശുദ്ധി ചെയ്താൽ അത് നമ്മുടെ തലമുറകളെ ബാധിക്കുമെന്ന് ഞാൻ പറയും, യാതൊരു സംശയമില്ല. ദൈവം സന്ദർശിക്കുന്ന പാപങ്ങളാണ് അപ്പന്മാരുടെയും അമ്മമാരുടെയും പാപങ്ങൾ അവരുടെ തലമുറകളുടെ മേൽ സന്ദർശിക്കും. ദൈവത്തെ ത്യജിക്കുന്ന വിഗ്രഹാരാധനയും അതുപോലെ തന്നെ ദൈവത്തിന്റെ മന്ദിരത്തെ അശുദ്ധമാക്കുകയും ദൈവം ഒരു വിധത്തിലും ക്ഷമിച്ചു തരുന്ന പാപങ്ങൾ. ഏറ്റു പറഞ്ഞ പക്ഷേ ക്ഷമിക്കില്ലെന്ന് ചോദിക്കും, ക്ഷമിക്കും. പക്ഷെ പരിണത ഫലങ്ങൾ വളരെയധികമാണ്. മൂന്നാമത് പൗലോസ് പറയുന്നത് 9 തുടങ്ങി 11 വരെയുള്ള വാക്യങ്ങളിൽ വർദ്ധിച്ചു വരേണ്ട വേറൊരു മേഖലയെക്കുറിച്ച്, സഹോദരപ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യം. അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കതോന്യയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ ആചരിച്ചും പോരുന്നു. എന്നാൽ സഹോദരന്മാരെ, അതിൽ നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരണം. പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാനും ഒന്നിനും മുട്ടില്ലാതിരിപ്പാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർപ്പാൻ, സ്വന്തം കാര്യം നോക്കുവാൻ, സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാൻ അഭിമാനം തോന്നണം എന്നും നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സഹോദരപ്രീതിയെക്കുറിച്ച്, അതിസൽക്കാരത്തെക്കുറിച്ചൊക്കെയാണ് ഇപ്പം പറയുന്നത്. വിശ്വാസികളെ സഹോദരപ്രീതി വർദ്ധിച്ചു വരണമെന്ന്. രക്ഷിക്കപ്പെട്ട ദൈവജനം പരസ്പരം സ്നേഹിക്കേണ്ടവരാണ്. എന്നാൽ അതുപോലെ അത് വർദ്ധിച്ചു വരണം. സഹോദരന്മാരെ സ്നേഹിക്കുന്നതിൽ എങ്ങനെയാ വർദ്ധിച്ചു വരുന്നത്? സഹോദരപ്രീതിയിലെ ഒരു ഭാഗമാണ് യഥാൽക്കാരം എന്ന് പറയുന്നത്. ഇതിലൊക്കെ വർദ്ധിച്ചു വരണം. നമ്മുടെ ഇടയിൽ തീരെ ഇല്ലാത്ത ഒന്നാണ് യഥാൽക്കാരം. നമ്മുടെ വീട്ടിലാരെങ്കിലും വന്നാൽ നമ്മൾ ചായ കൊടുക്കും, ഒരു ബിസ്ക്കറ്റ് കൊടുക്കും, ഉച്ചയ്ക്കാണെങ്കിൽ ചോറിട്ട് സഹോദര എന്ന് പറയും. അത് യഥാൽക്കാരമൊന്നുമല്ല. അത് പറയാതിരിക്കുന്ന യഥാൽക്കാരം ഇല്ലായ്മയാണ്, സമ്മതിക്കാം. പക്ഷെ അങ്ങനെ ഉച്ചയ്ക്ക് ആഹാരത്തിന്റെ സമയത്ത് ആരെങ്കിലും വന്നെങ്കിൽ ചോറുണ്ട് പോകാന്ന് പറഞ്ഞ ഒരു മര്യാദയാണ്, അല്ലേ? കാരണം അല്ലെങ്കിൽ നമ്മൾ പോകുന്നവരെ നമ്മൾ നോക്കിക്കണ്ടേ കഴിക്കാൻ. അപ്പോൾ ഉള്ളത് അവർക്കൂടെ കൊടുത്താൽ നമുക്കും കഴിക്കാം. അതൊക്കെ നല്ല കാര്യമാണ്. അതിഥി സൽക്കാരം എന്ന് പറയുന്നത്, ബൈബിൾ സൽക്കാരം എന്ന് പറയുന്നത്, ക്ഷണോഫീലിയ എന്ന് പറയുന്നത് ലവ് ഫോർ സ്ട്രേഞ്ചേഴ്സ്. പരിചയമില്ലാത്തവരെ അപരിചിതരെ സൽക്കരിക്കുന്നതിന് സൽക്കാരം എന്ന് പറയുന്നത്. പഴയ നിയമകാലത്ത് ചൂട് പിടിച്ചാണെങ്കിൽ ദൂരെ യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. അന്ന് ഇന്നത്തെ പോലെ ലോഡ്ജുകളും മോട്ടൽസും ഒന്നുമില്ല, ഉണ്ടെങ്കിൽ തന്നെ വളരെ ചുരുക്കമാണ്. അപ്പോ സന്ധ്യയാകുമ്പോൾ എന്ത് ചെയ്യും? സിറ്റി ഗേറ്റ് ഉണ്ട്, ഓരോ ചെറിയ പട്ടണത്തിനും അതിന് സിറ്റി ഗേറ്റ് ഉണ്ട്. അവിടെ വന്നിരിക്കും അവര്. ആ നാട്ടിലെ ആളുകൾ ഇറങ്ങി വരും, ചില നേരത്തെ തന്നെ അവിടെ വന്നിരിക്കും. എവിടെ പോകുന്നു? ഇന്നടത്ത് പോകുന്നു, എരിശലേമിലേക്ക് പോകുന്നു, താമസിക്കാൻ ഇടവൊന്നും കിട്ടില്ല. ഇല്ല എന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ട്, നിങ്ങളുടെ കഴുത്തേക്ക് തീറ്റയും കൊടുക്കാം, ഒട്ടകത്തിന് തീറ്റയും കൊടുക്കാം, വെള്ളവും കൊടുക്കാം, നിങ്ങൾക്ക് ആഹാരം ദൂരം കിടക്കാൻ ചിലർ പിടിച്ചെടുക്കും. അങ്ങനെയാണ് അബ്രഹാമും ലോത്തും അതുപോലെ അനേക കാര്യങ്ങൾ നമുക്കറിയാം. പഴയ നിയമം വായിക്കുമ്പോൾ അങ്ങനെ അവർ ചെയ്യുമായിരുന്നു. അപ്പൊ ഇന്നത്തെ കാലത്ത് പറയാം, അങ്ങനെ ടൗണിൽ പോയിരുന്നാൽ ഇപ്പോൾ ആരും കിട്ടുമോന്ന് ചോദിച്ചാൽ കിട്ടും, കിട്ടിയാലും ഒരു ശല്യമായിരിക്കും വീട്ടിൽ വിളിച്ചോണ്ട് വന്നാൽ. അപ്പൊ കാലഘട്ടത്തിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ വരുത്തുന്ന കാലഘട്ടത്തിലുള്ള വ്യത്യാസങ്ങൾ വരുത്തിക്കും. പക്ഷെ അതിസൽക്കാരം നമുക്ക് നിർത്താനൊക്കെ, സഹോദരപ്രീതി വേണ്ടെന്ന് വെക്കാനൊന്നുമില്ലല്ലോ. സഹോദരപ്രീതി വേണം. അതെ,
ഇന്നിപ്പോൾ ആരെങ്കിലും പരിചയമില്ലാത്ത ഒരു വീട്ടിൽ വന്നാലേ വലിയ പ്രയാസമാണ് നമുക്ക് അവരെ കയറ്റി താമസിപ്പിക്കാൻ. അപ്പൊ വീട് പണിയുന്നവരെല്ലാം ഒരു ഔട്ട് ഹൗസ് കൂടെ പണിയുന്ന നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം. എന്ന് പറഞ്ഞാൽ വീടിനോട് ചേർന്ന ഒരു മുറി, പുറത്തുനിന്ന് കയറാനും ഇറങ്ങാനും ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ട്. അപ്പൊ അവരെവിടെ താമസിച്ചാൽ മതി, നമ്മുടെ വരയ്ക്കകത്തൊന്നും ശല്യം ചെയ്യില്ല. നമ്മളങ്ങനെ ചിന്തിക്കുകയില്ല. അതെ, ഒരു ഔട്ട് ഹൗസ് ഉള്ളത് നല്ലതാണ് ഏത് വീട്ടിലും. അതെ, ഞാനൊരു സഹോദരൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവർക്ക് ഔട്ട് ഹൗസ് വീടിനോട് ചേർന്ന് തന്നെയാണ് പോകുന്നത്. പക്ഷേ വെളിയിൽ നിന്ന് വന്നാൽ അതിലേക്ക് കയറി നമ്മൾ അവരുടെ വീട്ടിലേക്ക് കയറാനൊക്കെ. വീട്ടിലേക്ക് അവർ കയറണമെങ്കിൽ അവരുടെ വാതിൽ തുറന്ന് തിരഞ്ഞെടുക്കാമല്ലോ. അപ്പം ആഹാരം കഴിക്കാനൊക്കെ അവർ വിളിക്കും, അത് തുറന്ന് നമ്മൾ കയറി ചെല്ലും. അല്ലെങ്കിൽ നമ്മുടെ മുറിയിൽ നമ്മൾ ഇരിക്കും. ചെറിയൊരു ലൈബ്രറി ഉണ്ട്, വായിക്കാൻ അത്യാവശ്യം പുസ്തകങ്ങൾ, ഡെസ്ക് ഉണ്ട്, ബെഞ്ചുണ്ട്, ഒരു നല്ല കിടക്കയുണ്ട്, ഒരു നല്ല ബാത്റൂമും ഉണ്ട്. അവർക്ക് എ സിയും വെച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓർമ്മ ശരിയാണെങ്കിൽ എ സി അതിനകത്ത്. അപ്പോൾ രണ്ട് ബെഡുണ്ട്. ആരെങ്കിലും വിരുന്നുകാർ വന്നാൽ, ദേവദാസന്മാർ വന്നാൽ കിടക്കാൻ. അപ്പോൾ അവർക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, അവർ വീട്ടിലേക്ക് കയറാനും നോക്കില്ല ആവശ്യമില്ല. അവിടെ വെള്ളവും വെച്ചിട്ടുണ്ട്, ഗ്ലാസും വെച്ചിട്ടുണ്ട്, എല്ലാ ആവശ്യത്തിലുള്ളത്, എല്ലാ സൗകര്യങ്ങളും നല്ലതല്ലേ. വീട് പണിയുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതെ, അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഈ കാശില്ലാത്തത് കൊണ്ടല്ല, അങ്ങനെ നമ്മൾ ചിന്തിക്കുകയില്ല. നമ്മുടെ വീട് പണിയുമ്പോൾ അതിഥൽക്കാരം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് വരുന്നില്ല. അതെ, പലരുടെയും വീട്ടിലെ ഏറ്റവും ചെറിയ മുറി എന്ന് പറയുന്നത് ലിവിംഗ് റൂമാണ്. ഈ പേര് വരികയില്ല, 5-6 പേർക്ക് ഇരിക്കാവുന്ന ഒരു ലിവിംഗ് റൂമേ ഉണ്ടാക്കും. അതിഥൽക്കാർ ആളുകൾ ഒരുപാട് വരണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ആരെയും കുറ്റം പറയില്ല. എൻ്റെ വീട്ടിലെ എനിക്ക് ഒരു സങ്കടം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഡൈനിങ് റൂം ചെറുതായിപ്പോയി. അപ്പച്ചൻ്റെ കാലത്ത് അപ്പച്ചൻ പണിതാ. ഒരു 10 പേർക്കൊക്കെ ഇരിക്കാമെങ്കിലും ഞാനാണ് പണിതെങ്കിൽ ഏറ്റവും വലിയ മുറി എന്ന് പറയുന്നത് ഡൈനിങ് റൂം ആയിരിക്കും. 25-30 പേർക്ക് ഇരുന്ന് ആഹാരം കഴിക്കാവുന്ന ഒരു മുറി പണിയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, ഒരു പക്ഷെ അപ്പച്ചൻ പണിത കാലത്ത് അത്രയൊക്കെ മതിയായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ, അപ്പൊ ഇവിടെ പൗലോസ് പറഞ്ഞു സഹോദരന്മാരെ വിളിക്കുക, വീട്ടിൽ വിളിക്കുക, അവർക്ക് സൽക്കരിക്കുക. നമ്മുടെ കഴിവനുസരിച്ചൊക്കെ സൽക്കരിച്ചാൽ മതി. ദൈവകാര്യങ്ങളൊക്കെ പറയുക, അവരുമായിട്ട് വചനം പറയുക, പ്രാർത്ഥിക്കുക, ഒരുമിച്ച് ആഹാരം കഴിക്കുക, ഒരു രാത്രി അവിടെ താമസിക്കുക. നല്ലതാണ്, നല്ലതാണ്. അതെ, നമ്മുടെ ആളുകളെ അങ്ങനെ വിളിക്കാനും ഒക്കുകയില്ല. ഞാനിപ്പോഴും ഓർക്കുന്നത്, ഞാൻ തൃശ്ശൂരിലായിരുന്നപ്പോൾ, ഞങ്ങളായിരുന്നപ്പോൾ ഒരു സഹോദരനോട് ചോദിച്ചു, ബ്രദർ ബുധനാഴ്ച എന്താ പരിപാടി എന്ന് ചോദിച്ചു. അതുകൊണ്ടൊന്നുമില്ല, ഞങ്ങളുടെ വീട്ടിലോട്ട് വന്ന് നമുക്ക് വൈകിട്ട് ഒരുമിച്ച് ആഹാരം കഴിച്ച് കുറച്ച് നേരം കൂട്ടായ്മയില്ല. ഉടനെ അത് എടുത്ത് പറഞ്ഞ്, എൻ്റെ വീട്ടിൽ അരിയൊക്കെ വെക്കുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ചോറുണ്ടാവില്ല. എൻ്റെ വീട്ടിൽ അരി വെക്കുന്നുണ്ടെന്ന്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അരി വെക്കുന്നില്ലെന്ന് വിചാരിച്ചല്ലേ വിളിച്ചത്. അരി വെക്കാൻ കഴിവുള്ള ഒരാളാന്ന് എനിക്കറിയാം. എന്നാൽ അവിടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ അതെ. അപ്പൊ കാരണം നമ്മുടെ സംസ്കാരത്തിൽ അങ്ങനെയൊന്നുമില്ല. ആരെയും വിളിച്ച് കയറി വന്നാൽ വല്ലതും കൊടുക്കുക എന്നുള്ളതല്ലാതെ വിളിച്ചു വരുത്തി സൽക്കരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരം. വന്നാൽ കൊടുക്കണം, ആ സമയമൊക്കെ ഒപ്പിച്ച് വരാമില്ല. അതെ, അങ്ങനെ ചില അതിശയക്കാർ പ്രിയരുണ്ട്, അവരെ സമയം ഒപ്പിച്ച് ചെല്ലുന്നവരാ. പൗലോസ് അവരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. തെസ്സലോനിക്കയിലെ തന്നെ അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കൈകൊണ്ട് അധ്വാനിക്കണമെന്നും സഹോദരൻ ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഇങ്ങനെ കയറി ചെല്ലരുതെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശലോമോനും പറഞ്ഞിട്ടുണ്ട് അല്ലേ, കൂട്ടുകാരൻ്റെ വീട്ടിൽ കൂടെ ചെല്ലുന്നവൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഇതിനെല്ലാം ഒരു ബാലൻസ് ഉണ്ടെന്നാണ്, ഒരു ബാലൻസ്. പൗലോസ് ഇവിടെ പറഞ്ഞു, സഹോദരപ്രീതിയുടെ കാര്യം വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. അന്യോന്യം സ്നേഹിക്കുവാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചു എന്ന് മാത്രമല്ല, മക്കെദോന്യയിൽ എങ്ങുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ ആചരിച്ചും പോരുന്നു. മാസിഡോണിയ, ഫിലിപ്പിയ മുതലായ സഭകളൊക്കെയാണ് മക്കെദോന്യ എന്ന് പറയുന്നത്. ആ സഭകളിലൊക്കെ അതിൽക്കാരപ്രിയരായ ആളുകൾ. ദ്വിതീയ എന്ന സ്ത്രീയെ രക്ഷിക്കപ്പെട്ട ശേഷം പൗലോസ് അവരൊക്കെ ജയിലിൽ നിന്ന് വന്ന് ഉടനെ പറഞ്ഞ എന്താണ്, നിങ്ങൾ എന്നെ യോഗ്യ എന്ന് കാണുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സാക്ഷ്യത്തിന് ദോഷമൊന്നും വരുത്തുന്ന ഒരു സ്ത്രീ അല്ല ഞാൻ, യോഗ്യമായി ജീവിക്കുന്ന, മാന്യമായി ജീവിക്കുന്ന ഒരാളാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ. ഒരു ഭർത്താവില്ലാത്ത ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കുന്നു, അവരുടെ ഭർത്താവിനെ കുറിച്ചൊന്നും പറയുന്നില്ല.
അതെ, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങളാണ്. ദൈവത്താൽ ഉപദേശം പ്രാപിച്ചു എന്നാണ്. അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചു. കർത്താവ് നമുക്ക് തന്ന 11ാമത്തെ കൽപ്പന ഏതാ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പീൻ. പഴയ നിമിത്തം അങ്ങനെയില്ല, നിങ്ങളെ പോലെ സ്നേഹിക്കാനാ പറഞ്ഞത്. ശത്രുവിനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. പുതിയ നിമിത്തം നിന്നെ പോലെ സ്നേഹിക്കുന്നുള്ളതല്ല, അതുപോരാ. കർത്താവ് സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കും. നമ്മുടെ സ്റ്റാൻഡേർഡൊക്കെ വളരെ കൂടുതലാണ്. അതെ, അമ്മയെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിച്ചാൽ തന്നെ വലിയ കാര്യമാണ്. പക്ഷെ അതുപോരാ. എന്നിട്ട് ഇത് വർദ്ധിച്ചു വരണമെന്നാ പറയുന്നത്. അതിൽ വർദ്ധിച്ചു വരണം. എന്നിട്ട് പറഞ്ഞു, പുറത്തുള്ളവരോട് മര്യാദയെ നടക്കണം. നമ്മൾ നല്ല സാക്ഷ്യം പുറത്തുള്ളവരോട്, അവിശ്വാസികളോടെന്നാ പുറത്തുള്ളത്. അയൽക്കാരോട്, നമ്മൾ പച്ചക്കറി വാങ്ങുന്ന കടക്കാരോട്, പലചരക്ക് വാങ്ങുന്ന കടക്കാരോട്, മീൻ വാങ്ങുന്ന മീൻകാരനോട്, ഇറച്ചി വാങ്ങുന്ന ഇറച്ചിക്കടക്കാരനോട്, പാല് വാങ്ങുന്ന പാലുകാരോട് നമ്മൾ എന്താണ്? നല്ല സാക്ഷ്യം. നല്ല സാക്ഷ്യം. അവരോട് എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ പറയും, ഇത്ര നല്ല മനുഷ്യരെ കണ്ടിട്ടില്ല സാറേ, എന്തൊരു നല്ല മനുഷ്യരാണ്. അങ്ങനെ പറയണം. എല്ലാം പറയാം, വാങ്ങിച്ച കാശും തരികയില്ല, പാല് വാങ്ങിച്ച കാശ് കിട്ടിയ 10 പ്രാവശ്യം. ന്യൂസ് പേപ്പറുകാരും പറയും ഒരിക്കലും കാശ് സമയത്ത്, അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ സാക്ഷ്യമായാൽ എങ്ങനെ? അങ്ങനെയല്ല, കറക്റ്റായിരിക്കണം. നമ്മൾ നല്ല സാക്ഷ്യം, പുറത്തുള്ളവരോട് നല്ല സാക്ഷ്യം. അത് മാത്രം പോരാ, ഒന്നിനും മുട്ടില്ലാതിരിക്കാനും വേണ്ടി നിങ്ങൾ അധ്വാനിക്കണം. അതെ, ഈ ജീവിതത്തിൽ മുട്ടുണ്ടായിരിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. ബൈബിളിലൊക്കെ പറഞ്ഞിട്ടില്ല ദാരിദ്ര്യം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്. മുട്ടുണ്ട്, നിങ്ങൾക്ക് കാര്യങ്ങൾക്കൊന്നും നടക്കുന്നില്ലെന്ന് പറയുന്നത് നല്ല കാര്യം. ഭക്തന്മാരുടെ ലക്ഷണമല്ല അത്. അത് ഭക്തിയില്ലാത്ത ലക്ഷണമാണ്. ഭക്തന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ മുട്ടില്ലാതിരിക്കാനായിട്ട് സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കും. അത് ഓരോരുത്തർക്കും അവരുടെ അധ്വാനമുണ്ട്. പൗലോസ് പറഞ്ഞു, ആടിനെ മേയിക്കുന്നവൻ, മുന്തിരിത്തോട്ടം നടന്നവൻ ഒക്കെ ഉണ്ട്. പൗലോസ് അതേ കുറിച്ച് ഞാൻ ആരുടെയും ഒന്നും വെറുതെ കഴിച്ചിട്ടില്ല എന്ന് പറയാം. പൗലോസ് രാവിലെ വൈകുന്നേരം ദൂഷണം പറയും, ബൈബിൾ ഒടുക്കുകയും ചെയ്തിട്ടാ പിന്നെ ഏതെങ്കിലും വീട്ടിൽ ഉച്ചയ്ക്ക് ആഹാരത്തിനില്ല. വെറുതെ കയറി ആഹാര സമയത്ത് കയറി ചെന്ന് ആഹാരം കഴിക്കുന്ന സ്റ്റൈലൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. സുവിശേഷം പ്രസംഗിക്കുന്നത്, സുവിശേഷത്തിൽ ജീവിക്കുന്നത് അധ്വാനമാണ്. സാധാരണ ഓഫീസിൽ 8 മണിക്കൂറെങ്കിലും ഒരാൾ പ്രവർത്തിക്കുന്നത്, സുവിശേഷം പ്രവർത്തിക്കുന്നത് 10 മണിക്കൂറെങ്കിലും പ്രവർത്തിക്കണം. സാധാരണ ഓഫീസിലൊക്കെ കൂടുതൽ പ്രവർത്തിക്കണം. അതവർ എഴുതുക, വായിക്കുക, പ്രാർത്ഥിക്കുക, വിസിറ്റേഷൻ നടത്തുക, പ്രസംഗിക്കുക, ക്ലാസ് എടുക്കുക, കൗൺസിലിംഗ് നടത്തുക, എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുള്ളത്. അതെ, അധ്വാനിക്കണം. കൊച്ചു കുഞ്ഞു വിദേശികളുടെ കാലത്ത് പറയുമായിരുന്നു, നിന്റെ പറമ്പിൽ ഒരു കാന്തകാരി മുളക് നിൽക്കേണ്ടടുത്ത് അത് നിൽക്കുകയും ഒരു വാഴ നിൽക്കേണ്ടടുത്ത് അത് നിൽക്കുകയും ചെയ്യാതെ നിന്റെ പറമ്പ് വെറുതെ കിടക്കുകയാണെങ്കിൽ നീ രക്ഷിക്കപ്പെട്ടവനല്ല. അങ്ങനെ പറഞ്ഞു, നീ രക്ഷിക്കപ്പെട്ടവനേ അല്ല. അങ്ങനെയാ വിശ്വാസികള്. അവരുടെ പറമ്പിൽ എന്താണ്? ഒരു പാവല നിൽക്കേണ്ടത് ഒരു പാവല, ഒരു മുളക് നിൽക്കേണ്ടത് ഒരു മുളക്. എന്താണ്? നമ്മൾ അധ്വാനശീലരായിരിക്കണം. അധ്വാനിച്ചു വേണം നാം ജീവിക്കാനായിട്ട്. ചിലരുടെ പറമ്പിൽ ചെന്ന യാതൊരു പച്ചക്കറി, പറമ്പ് എത്രയുണ്ടെങ്കിലും പച്ചക്കറി കാശ് കൊടുത്ത് വാങ്ങിക്കുമല്ലേ. ഇച്ചിരി ഉണ്ടെങ്കിൽ, 1 സെന്റേ ഉണ്ടെങ്കിലും അതിൽ പച്ചക്കറി നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ അധ്വാനിക്കുന്നവരായിരിക്കണം. അതെ, പിന്നെ അടങ്ങിപ്പാർപ്പാനെന്ന് പറഞ്ഞു. അടങ്ങിപ്പാർ, അടങ്ങിപ്പാർക്കാത്ത ആളാ. പഴയ നിയമത്തിലെ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു, അവൾ അടങ്ങിയിരിക്കില്ലെന്ന്. അയൽവക്കത്തെല്ലാം കയറി ഇറങ്ങുന്നവർ ഇങ്ങനെ നുണയും കൊതിയും പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ചില പെണ്ണുങ്ങളുണ്ട്, അടങ്ങിപ്പാർക്കാത്തവർ. അങ്ങനെയുള്ള പുരുഷന്മാരുമുണ്ട്. ആ കടയുടെ വാതിൽക്ക് പോയിരിക്കും രാവിലെ. ഏതാ രാവിലെ തുടങ്ങി ആ കടയുടെ വാതിൽക്ക് ഇരിക്കും. എപ്പോൾ ചെന്നാലും അവിടെ ഇരിക്കും. ഇവിടെ അടുത്ത് മെനക്കേട് ബുക്ക് എന്ന് പറയുന്ന സ്ഥലം, ഈ നെടുമ്പറേന്റെ അടുത്ത് മെനക്കേട് ബുക്ക്. അവിടെ എപ്പോഴും 10-15 പേര് കാണുമെന്നാ പറയുന്നത്, മെനക്കെട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ആരും അതിന് കൊടുത്ത പേരാണ് മെനക്കേട് ബുക്ക്. ഒരു ജോലി ചെയ്യാത്ത ആളുകൾ നിൽക്കുന്ന സ്ഥലം. അതെ, ചില വിശ്വാസികളും അങ്ങനെയുള്ളവരുണ്ട്. വെറുതെ വർത്താനം പറയാം. എന്തിനു വെറുതെ വർത്താനം പറയുമ്പോ? എന്റെ അപ്പച്ചുള്ള കാലത്ത് അപ്പത്തിന് ഇഷ്ടമല്ല വെറുതെ വീട്ടിൽ. അപ്പച്ചൻ വരുമ്പോ എന്താ കുഞ്ഞെ വന്നത്? വെറുതെ നമുക്കാട്ട് വീട്ടിൽ. ഇവിടെ വെറുതെ വരുന്നവർക്കൊന്നും നീ എന്തിനാ വന്നത്? ഞാൻ ആവശ്യം പറയാം, ആവശ്യം സാധിച്ചു ഇരിക്കെ. വർത്തമാനം പറയാനാണെങ്കിൽ വർത്തമാനം പറയാം.
ഞാനും അപ്പച്ചനും കൂടെ ഒരു രോഗിയെ കാണാൻ പോയത് ഇപ്പോഴും ഓർമ്മ. ഞാൻ ഒരിക്കലും മറക്കാത്ത സംഭവങ്ങളിലൊന്നാ. ഞങ്ങൾക്ക് ബന്ധത്തിൽപ്പെട്ട ഒരാൾ. അപ്പൊ ഞാനും അപ്പച്ചനും കൂടെ പോയി കണ്ടു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്തിനാ വന്നതെന്ന് ചോദിച്ചു. എൻ്റെ അപ്പച്ചൻ പറഞ്ഞു അച്ഛനെ ഒന്ന് കാണാനാണ്. കണ്ടില്ല എന്ന് ചോദിച്ചു. കണ്ടു. എന്നാ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. ഇറങ്ങി പുറത്തെന്ന് പറഞ്ഞു. ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള ദേവദാസനാണ്. അദ്ദേഹത്തെ ശരീരം വെച്ച് ഒരു മാനസിക പ്രയാസം ഇരിക്കുന്ന സമയമായിരുന്നു. ഞങ്ങൾ പറഞ്ഞു. എന്നാലും പറഞ്ഞു കണ്ടില്ലേ, കണ്ടു. ഇനി എന്തിനാ നിൽക്കുന്നത്? ഇനി എന്തിനാ നിൽക്കുന്നത്? ശരിയല്ലേ അദ്ദേഹം പറഞ്ഞത്? ഇനി എന്താ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് പോകുന്നതിനുണ്ട്. കൂട്ടായ്മയ്ക്ക് വേണ്ടി പോകുന്ന നമ്മുടെ സൗരന്മാരുടെ വീട്ടിൽ പോകും. കൂട്ടായ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അല്ലേ, പ്രാർത്ഥിച്ച് ഒക്കെ പോവുക. നല്ല കാര്യം. അത് പറഞ്ഞാൽ അതിന് കൂട്ടായ്മയ്ക്ക് പോകുന്ന രാഷ്ട്രീയം പറയാന്ന് പറഞ്ഞാൽ എനിക്ക് രാഷ്ട്രീയം പറയാം. ഇന്നത്തെ രാഷ്ട്രീയം എന്താ പറയാ, 10 മിനിറ്റ്. അതെ, കൊച്ചിക്കാരുടെ സുവിശേഷം പറയാൻ പോയാ അങ്ങനെ. ഞാൻ തൃശ്ശൂരിലായിരുന്നു പോണ്ട്. കൊച്ചിക്കാരുടെ സുവിശേഷം പറയാം. എന്താ വന്നത്? സുവിശേഷം പറയാം. എന്ത് സുവിശേഷം? യേശു ക്രിസ്തുവിനെ. എത്ര നേരം വേണം? അരമണിക്കൂർ തരാൻ നോക്ക്. 5 മിനിറ്റ് തരാം. പറയാം 5 മിനിറ്റ്. 5 മിനിറ്റ് ആയി, നിർത്താൻ. വേറെ എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ ശരിയാവില്ല. എന്തുണ്ടെന്ന് വെച്ചാൽ വിശേഷം. എൻ്റെ കല്യാണത്തിലേക്ക് വന്ന വിശേഷം അറിയാൻ വേണ്ടി വന്ന നിങ്ങള് മക്കളത്തെ പേരുണ്ട്. കല്യാണത്തിലേക്ക് വന്ന മഴയൊക്കെ ഉണ്ട്, എന്താ ദാഹിച്ചിട്ട് വന്നാന്ന് വെള്ളം പിടിക്കാൻ. അവിടെ വേറെ ഒന്നും ചോദിക്കാം. നിങ്ങൾ എന്തിനാ വന്നത്? വിഷയം പറഞ്ഞിട്ട് അതല്പം കടന്നു കൈയായിപ്പോയി എനിക്ക് തോന്നാറുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. ചേട്ടോട്ട് വിശേഷം, മഴയുണ്ടോ, മക്കളൊക്കെ സുഖമായിരിക്കുന്നു, അല്ലേ, ചേച്ചി എങ്ങനെയുണ്ട് എന്നൊക്കെ നമ്മൾ ചോദിക്കും. നമ്മുടെ ഒരു മര്യാദ. മറ്റൊരു മര്യാദ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്ന കാര്യം എന്താണ് സാധിച്ചത്. പൗലോസ് പറഞ്ഞ അതാണ്, മെനക്കെട്ട് നടക്കരുത്, പല കാര്യത്തിൽ ഇടപെടരുത്, സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ പഠിക്കണം. ഈ സ്വന്തം കാര്യം എത്ര നോക്കിയാലും തീരാതെ ഉണ്ടല്ലോ, ഇല്ലേ? സ്വന്തം കാര്യം എന്ത് കാര്യമാണ് ചെയ്യാൻ കിടക്കുന്നത്? ആരോഗ്യപരമുള്ളവർക്കാണ് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. പറമ്പിലിറങ്ങി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, അല്ലെ? എന്തെല്ലാം കാര്യങ്ങൾ. സുവിശേഷം പറയാൻ പോവാം, അടുത്ത വീടുകളിൽ ക്യാമ്പുകൾക്ക് പോവാം, ബൈബിള് വായിക്കാം, അധ്യായങ്ങൾ വായിക്കാം, ധ്യാനിക്കാം, പുസ്തകങ്ങൾ തയ്യാറാക്കാം. ഇങ്ങനൊക്കെ ഇല്ലേ? ജോലിക്ക് പോകണ്ടേ? ധ്വാനിക്കണമെന്നാണ് പറഞ്ഞത്. ഒന്നിനും മുട്ടില്ലാതിരിക്കേണ്ടതിനാണ്. സഹോദരന്മാർക്ക് മുട്ടുണ്ടാകലെന്ന് മാത്രമല്ല, മറ്റുള്ളവരോട് സഹായം വാങ്ങുന്നവരേ ആവണം. മറ്റുള്ളവരുടെ സഹായം ആവണം, വാങ്ങുന്നവരേ ആകരുത്. നമ്മുടെ കാര്യം നമ്മൾ അധ്വാനിച്ച് ജീവിക്കണം. ഇതൊക്കെ പൗലോസ് തരുന്നതായിരിക്കുന്ന നല്ല കാര്യമാണ്. അപ്പൊ അതിൽ അഭിമാനം, സ്വന്തം കൈ കൊണ്ട് വേല ചെയ്യാൻ അഭിമാനം തോന്നണമെന്നാണ്. ഇപ്പൊ ചിലർ ഈ ബ്ലൂ കോളർ ജോബ് ഒന്നും ചെയ്യില്ല, വൈറ്റ് കോളർ ജോബ് ചെയ്യും. ബ്ലൂ കോളറോ ഏത് കോളറായാലും ജീവിതത്തിന്റെ കുടുംബത്തിന് ചെല്ലു നടക്കുന്ന അതിന് എന്ത് ജോലി വേണം ചെയ്യും. കിളയ്ക്കാൻ മരം കയറാം, എന്നും ആരോഗ്യമില്ല എന്നുള്ള ശരിയായിരിക്കും. എങ്കിലും എന്ത് വേണമെന്ന് ചെയ്യാം. പാത്രം കഴുകണേ പാത്രം കഴുകാം, വിറക് കീറാം. ഒരു ദിവസം പോലും എൻ്റെ കുടുംബത്തെ പട്ടിണിക്കിടുന്ന പ്രശ്നമേ ഉദിക്കത്തില്ല. വെറുതെ ജോലി ഇല്ലെന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കുകയില്ല. രാവിലെ പണ്ടുകാരൻ പറയും, ഞാൻ അങ്ങോട്ട് ഇറങ്ങിച്ച് പറ്റുന്ന പോലെ ചേളാവ് കൊടുത്തോണ്ട് ഇറങ്ങി വൈകിട്ട് തരുമ്പോ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും കൊണ്ടാ കയറി വരുന്നത്. പിന്നെ എവിടെ ആയിരുന്നു ചോദിച്ചാൽ അതൊക്കെ എവിടെയെങ്കിലും പോയി അവിടെ ഞാൻ വാക്ക് വാങ്ങിച്ചു, ഇവിടുന്ന് കുരുമുളക് വാങ്ങിച്ചു, അവിടെ ജാതിക്ക വാങ്ങിച്ചു, ഇവിടുന്ന് അത് വാങ്ങിച്ചു, ഇവിടുന്ന് ഞാൻ കശുവണ്ടി വാങ്ങിച്ചു, എല്ലാം കൂടെ കൊണ്ട് കൊടുത്തു, അല്ലേ, ഇതും കൊണ്ട് വന്നു. വെറുതെ ഇരിക്കുന്ന പ്രശ്നം. ഉത്തരവാദിത്വ ബോധമുള്ള ആളുകൾ, അതെ, നല്ല കാര്യം. വേറെ എല്ലാ ജോലിയില്ലെന്ന് പറഞ്ഞിരിക്കും. കാരണം അവിടെ ഒരു ജോലി ചെയ്യത്തുള്ളൂ. ആ ജോലി വരുന്നവരെ അവിടെ ഉള്ളില്ല. അങ്ങനെയുള്ളവർ, പൗലോസ് അങ്ങനെയുള്ളവരെ പറ്റിയാ പറയുന്നത്. സ്വന്തം കൈ കൊണ്ട് വേല ചെയ്യാൻ അഭിമാനം തോന്നും. അതെ, ഏത് ജോലിയായാലും. 4-മതൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. അതിൻ്റെ 11 അല്ല 5 കാര്യങ്ങൾ പറയാനുണ്ട്. 11-12 വാക്യങ്ങൾ, 11ന്റെ അവസാന ഭാഗവും 12 പറയുമ്പോൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഞാൻ പറയട്ടെ. സ്വന്തം കൈകൊണ്ട് വേല ചെയ്യാനും അഭിമാനം തോന്നണമെന്ന് ഞാൻ എല്ലാം പ്രബോധിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ സാമ്പത്തിക അഭിവൃദ്ധി ഉള്ളവരായി ജീവിക്കണമെന്നാണ്. ഒന്നിനും മുട്ടില്ലാത്തവരായി, സമൃദ്ധിയായിട്ടൊന്നും ജീവിക്കേണ്ട, പക്ഷെ മുട്ടുള്ളവർ.
മുട്ടുള്ളവരാകരുത്. മക്കളുള്ളവർ ആ ഉത്തരവാദിത്വ ബോധത്തിൽ വേണം. കല്യാണം കഴിച്ചാൽ ഉത്തരവാദിത്വ ബോധം വേണം. വേണ്ടേ? നമുക്കറിയാം, കുഞ്ഞുങ്ങളുള്ളവർക്ക് അവിടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം കഴിക്കണം, കല്യാണം കഴിക്കണം. വേണ്ടേ? വേണം. ദൈവം ഞങ്ങൾക്ക് 5 മക്കളെ തന്നു, 3 പെണ്ണിനെയും 2 ആണിനെയും തന്നു. എനിക്കങ്ങനെ വരവൊന്നുമല്ലേ ഉള്ള ജോലിയൊന്നുമല്ല. പക്ഷെ ഞാൻ ഉത്തരവാദിത്തമുള്ള ഒരു ഫാദറായിരുന്നുള്ള ബോധ്യത. എല്ലാ മാസവും എന്തെങ്കിലും 1 രൂപയുള്ളെങ്കിലും കർത്താവ് 1 രൂപ ഈ മാസം മക്കൾക്ക് വേണ്ടി മാറ്റി വെക്കാനുള്ള 1 രൂപ മാറ്റി, നീ ബാക്കി തന്നേക്കണമെന്ന് പറഞ്ഞു. ഞാൻ അമേരിക്കയിലായിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ 2ാമത്തെ കുട്ടിക്ക് ലേസ് ഗർഭിണിയാണ്. എനിക്ക് ഇൻഷുറൻസ് ഇല്ല. അമേരിക്ക ഇൻഷുറൻസ് ഇല്ലാതെ ജീവിക്കാൻ പറഞ്ഞ വലിയ പ്രയാസമാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. കാരണം അപ്പോ അന്ന് തുടങ്ങി, ഗർഭിണിയായ 1ാമത്തെ ദിവസം തുടങ്ങി എല്ലാ മാസവും ഞാൻ ആശുപത്രി കൊണ്ട് കുറച്ച് കാശ് കൊടുക്കും. കുറച്ച് കാശ് കൊടുക്കും. എല്ലാ ആഴ്ചയും കൊണ്ട് കുറച്ച് കാശ് കൊടുക്കും. ജോലി ശമ്പളം കിട്ടുന്ന ഒരു വീതം കൊണ്ട് അവിടെ കൊടുക്കും. അങ്ങനെ 9 മാസം കൊണ്ടുപോകും. അതുകൊണ്ട് തികഞ്ഞില്ല. പിന്നെ പ്രസവം കഴിഞ്ഞിട്ട് ഏതാണ്ട് 1 വർഷം കൂടെ എല്ലാ ആഴ്ചയും കുറച്ച് കാശ് കൊടുക്കും. ഞാൻ 10 പൈസ ആരുടെയും കടം വാങ്ങിയില്ല, ആരുടെയും ചോദിച്ചില്ല, പ്രസവം എടുത്തു. അതെ, അങ്ങനെ എടുക്കും. എനിക്കതിലൊക്കെ വലിയ അഭിമാനമുണ്ട്. ഞാനും ഭാര്യയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല പ്രസവം എടുക്കാൻ. എല്ലാ കാര്യങ്ങളും ചെയ്തു, എനിക്ക് ചെയ്യാവുന്ന ചെയ്തു, ഗ്രേസും ചെയ്യാവുന്ന ചെയ്തു. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ചിലർ ഇന്ന് പ്രസവം എടുക്കുക എന്നൊക്കെ പറയാൻ എന്തോ ഒരു ഉച്ചയ്ക്ക് കുത്തി കിടന്ന് കറന്ന് കെട്ടി ഈ പ്രസവം ഗർഭിണിയാണ് എന്താ? അതൊന്നും ഒരു വിഷമമുള്ള കാര്യമേ അല്ലെന്നേ. നമുക്കൊരു അഭിമാനമില്ലേ? അതെ. എന്ന് മാത്രമല്ല, ഈ 7 മാസം ആകുമ്പോൾ ഭാര്യയുടെ വീട്ടിലേക്ക് എന്തിനാ ഈ പെണ്ണി പറഞ്ഞയക്കുന്നത്? ഇയാളെ ഗർഭിണിയാക്കി പറഞ്ഞയച്ചിരിക്കുക, പ്രസവം കഴിച്ച് കൊച്ചിനെ കൊണ്ട് പോലെ. എന്നെ ഇടപാടാണ്, അതൊക്കെ എന്നെ ഇടപാട്. ഉത്തരവാദിത്വ ബോധം മാന്യതയുള്ളൊരു ഭർത്താവാന്ന് പറയാതെ എന്റെ കൊച്ചാ, ഞാൻ പ്രസവം എടുത്തു. അമ്മയ്ക്കോട് വന്നിരുന്ന് സഹായിക്കാൻ സന്തോഷം. അങ്ങോട്ട് വിടുന്ന പ്രശ്നമൊന്നുമില്ല. അല്ല, അങ്ങോട്ട് വിടുന്ന പാവമെന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വീട്ടിലൊക്കെ വന്ന് നിന്നിട്ടൊക്കെ ഉണ്ട്. ഒരു അഭിമാനം എന്ന് പറഞ്ഞാൽ പൗലോസൊക്കെ പറയുന്നത് ജീവിതത്തിലെ കുറെ കാര്യങ്ങളിലൊക്കെ നമ്മൾ അഭിമാനമായിട്ട് ചെയ്യണം. ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ യാതൊരു വിധത്തിലും ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കണം. അതെ. വേല ചെയ്യുന്നതിൽ അഭിമാനം, കുടുംബത്തിന് ചെലവ് നടത്തുന്നതിൽ അഭിമാനം, മാന്യമായി ജീവിക്കുന്നതിൽ അഭിമാനം, എല്ലാ കാര്യങ്ങളും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. അവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരെയും യേശു മുഖാന്തരം അവരോടുകൂടെ വരുന്നു. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനതൂന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർക്കുകയും ഉയർത്തി നിൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ഇനി ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരെ മേഘം കിടക്കും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചോളൂ. എന്താ പറയുന്നത്? വിശ്വാസികളെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അറിവും പ്രത്യാശയുള്ളവരായി. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അറിവും പ്രത്യാശയുള്ളവരായി. അതെ. ഒട്ടുമിക്കവാറും വിശ്വാസികൾ മരണത്തെക്കുറിച്ച് പറയുകയില്ല. പറയുന്നതന്നെ അവർക്ക് പേടിയാണ്. വേറെ ഒന്നും ചുമ്മാ എപ്പോഴും പിടിച്ചാകുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഈ മരണം പോലെ മനോഹരമായ വേറെ എന്തുണ്ട്? മരണം പോലെ മനോഹരമായ വേറെ ഒന്നുമില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ ലാഭമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമേ ഉള്ളൂ, അല്ലേ ഉള്ളൂ. പൗലോസ് എന്താ പറയുക? എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, ലാഭമുള്ള കച്ചവടത്തെ കുറിച്ച് സംസാരിക്കുന്നത് പേടിക്കുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം എന്നാ പറഞ്ഞത്. ഏറെ ഇഷ്ടം. കർത്താവിന്റെ മുഖം കാണുന്നത് നല്ലത്. പൗലോസ് പറയുന്നത്, നിങ്ങൾ ഈ പ്രത്യാശയെ കുറിച്ച് സംസാരിക്കണം. നിങ്ങൾ കാണുമ്പോഴൊക്കെ അന്യോന്യം വല്ല പ്രയാസം ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? കർത്താവ് ഇപ്പൊ വരും, നമ്മളങ്ങ് പോകും, വിശപ്പ് പോകും, ദാഹവും പോകും, രോഗവും പോകും, വാദവും പോകും, വേദനയും പോകും, കേട്ടോ. അതൊന്നും ഒരു സാരമില്ല. കർത്താവ് പോകും. നീ അതേക്കുറിച്ച് വേദന വരുമ്പോ കർത്താവ് നീ വരാത്ത ചോദില്ല.
വേദന എടുക്കുമ്പോൾ അയ്യോ കർത്താവ് വരും, താമസിയാൻ വരും, എന്റെ ഈ വേദന എല്ലാം പോകും എന്ന് പറ. അത് വേണമെന്നാ പൗലോസ് പറഞ്ഞത്. നിങ്ങൾ പ്രത്യാശയില്ലാത്തവരെ പോലെ ആയിരിക്കരുത്, നിങ്ങൾ പ്രത്യാശയുള്ളവരാണ്. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള കാര്യമെല്ലാം പറഞ്ഞു. ഗംഭീരത്തോട് വരും, പ്രധാനവും ശബ്ദത്തോടും അല്ലെ, ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേൽക്ക്, ജീവനോടിരിക്കും, രൂപാന്തരപ്പെടും, അങ്ങനെ തന്നെ കർത്താവിനോട് എന്നേക്കും ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു. പൗലോസ് അതിന്റെ അന്ത്യത്തിൽ ഈ അധ്യായത്തെ കൊണ്ട് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ നമുക്ക് ശക്തിയും ബലവും ആശ്വാസവും ഒക്കെ തരുന്ന കർത്താവ്, നമ്മുടെ കർത്താവിന്റെ അടുക്കലേക്കുള്ള ശക്തി. അപ്പൊ അതേക്കുറിച്ച് സംസാരിക്കണം. നമ്മുടെ വിശ്വാസികൾ തമ്മിൽ കാണുമ്പോൾ സംസാരിക്കാത്ത വിഷയമാണ് കർത്താവിന്റെ വരവിനെ കുറിച്ച് സംസാരിക്കുക. നമ്മളെന്ന് പറയും ഈ രോഗം വരും പറയാൻ കർത്താവിന് സൗഖ്യം കൊടുക്കണമെന്ന് പറയും. കർത്താവ് ഒരുപാട് അതിന്റെ രോഗം നീ ഇതൊന്നും ഓർക്കുകയില്ല എന്ന് നമ്മൾ പറയില്ല. ഈ വചനങ്ങളെ കൊണ്ട് ആശ്വസിപ്പിക്കാനാ പറഞ്ഞത്. ദുഃഖത്തിൽ ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ. നമ്മളാരും ചത്ത് കഴിഞ്ഞ് ആശ്വസിപ്പിക്കാന്ന് പറയും. ഈ ചത്ത് കഴിയുമ്പോൾ ആശ്വസിപ്പിക്കുന്ന കാര്യമല്ല പറഞ്ഞു, ജീവനോട് ഇരിക്കുമ്പോൾ ആശ്വസിപ്പിക്കുന്ന കാര്യം. ഈ വചനങ്ങളെ കൊണ്ട് എന്തെങ്കിലും ആശ്വസിപ്പിക്കും. വിശ്വാസികൾക്ക് ധൈര്യം കൊടുക്കുന്ന എന്താണെന്നറിയാം? ഈ ലോകത്ത് ജീവിക്കാൻ മോട്ടിവേഷൻ തരുന്നതും പ്രയാസങ്ങൾ സഹിക്കാൻ ധൈര്യം തരുന്നതും ഒക്കെ ഈ കർത്താവിന്റെ വരവും നമ്മുടെ അടുക്കൽ, കർത്താവിന്റെ അടുക്കലേക്കുള്ള നമ്മുടെ പോക്കും. അതെ, അതാ അതിനൊക്കെ വലിയ വിഷയം എന്താ? അതിനൊക്കെ വലിയ വിഷയം ഒന്നും കർത്താവ് വരും, അതാണ്. അതോടുകൂടെ എല്ലാ പ്രശ്നങ്ങളും എന്ത് ചെയ്യും? അപ്പൊ അത് തമ്മിൽ നമ്മളത് പറയണം, അതേക്കുറിച്ച് പറയണം, ചിന്തിക്കണം. ഈ ലോകത്തിലെ വേദനയോ രോഗമോ ഒന്നും പ്രയാസമുള്ളതില്ലെന്ന് ഞാൻ പറയുന്നത്. ദുഃഖമാണ്, പ്രയാസമാണ്. ചിലർക്കൊക്കെ ഇവിടെ സൗകര്യക്കൊക്കെ എന്തോ ഒരു വേദന സഹിച്ചാൽ ജീവിക്കുന്നത്. പക്ഷെ ആ വേദനയൊക്കെ വരും പറഞ്ഞാൽ മതി, ഈ വേദന നീ അധികം പേടിപ്പിക്കുമെന്ന് പറയുന്ന കർത്താവ് വരും. അപ്പൊ ഞാനങ്ങ് പോകും. ആ മനോഭാവം ഉണ്ടെങ്കിൽ ഇപ്പൊ വേദന എവിടെ പോയെന്നറിയില്ല, വേദന എവിടെ പോയെന്നറിയില്ല. വേദനയോട് പറഞ്ഞാൽ മതി, അത് പേടിപ്പിക്കുകയൊന്നും വേണ്ട, നീ കണ്ണൂരിൽ കാണിക്കുകയൊന്നും വേണ്ട, അതുകൊണ്ടൊന്നും പേടിക്കുന്ന ആളൊന്നും വേണ്ട. എന്റെ കർത്താവ് ഇന്നല്ലേ നാളെ വരും, എനിക്ക് വേറെ ശരീരം തരും, രോഗമില്ലാത്തൊരു ശരീരം, ഞാൻ എന്തൊക്കെ പോകും. പരീക്ഷ എഴുതും പ്രയാസമാണെന്നെങ്കിൽ തന്നെ പറഞ്ഞാൽ മതി, അതേ ഈ പരീക്ഷ പേപ്പർ പഠിപ്പിക്കുമെന്ന് പറയുന്നത് കർത്താവ് താമസിയാതെ വരും, ഞാനും നിങ്ങൾ ജോലി എടുക്കുമോ എന്തൊരു. ഈ പ്രത്യാശയുള്ളവർക്ക് ജീവിതത്തിലെ ഏത് പ്രശ്നം വന്നാലും അവരെന്തെന്നറിയാമോ? അതിൽ സന്തോഷിക്കും. അപ്പൻ IG ആണെങ്കിൽ, DIG ആണെങ്കിൽ, അല്ലെങ്കിൽ ഡയറക്ടർ പോലീസാണ്, DGP ആണെങ്കിലേ പോലീസുകാരെ കണ്ടുവിട്ട് പറഞ്ഞു, നീ അതേ കണ്ടെന്ന് എന്റെ അപ്പനാരാ നിനക്കറിയാമോ? DGP അറിഞ്ഞില്ല എന്ന് പറയുന്ന രോഗത്തോടും പ്രയാസത്തോടും ദുഃഖത്തോടും ഒക്കെ നമ്മൾ എന്താ പറയാന്നറിയാം, അതേ കണ്ടിട്ട് കാണിക്കുന്നു. പണ്ട് എന്റെ കർത്താവ് വരാൻ പോകും, അതുപോലെ സംഭവിക്കുന്നത് നിനക്കറിയാം. മേപ്പെട്ട് പോകുന്നു മാത്രം ഈ ശരീരം വിട്ടു വേറൊരു ശരീരം, ഈ ശരീരം രൂപാന്തരപ്പെട്ട ഒരു ശരീരം, അബദ്ധമാർന്ന ശരീരം വണ്ടിയും അതുവരെയൊക്കെയുള്ള പ്രയാസമേ ഉള്ളൂ. അപ്പൊ കർത്താവ് പൗലോസ് പറഞ്ഞു, ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിക്കും. അപ്പോ ജാതിക പ്രത്യാശയില്ലാത്ത ജാതികളെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിയാതിരിക്കരുത്. വിശ്വാസികളായിരിക്കും നമുക്ക് വളരെ പ്രത്യാശയാണ്. പ്രത്യാശ കൂടിപ്പോയെന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും ഈ കാര്യത്തില്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മരിച്ച വീട്ടിൽ പോയാൽ മരിച്ച വീടാണോ കല്യാണ വീടാണോ നമുക്കറിയില്ല. കാരണം ആരും കരയുന്നുമില്ല, ആരും കരയുന്നുമില്ല, എല്ലാവരും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്തേഫാനോസ് മരിച്ചപ്പോ അവരെന്താ ചെയ്തത്? ഭക്തിയുള്ള പുരുഷന്മാർ വലിയൊരു പ്രലാപം കഴിച്ചെന്ന യാക്കോബിനെ അടക്കാനായിട്ട് ഫറവോന്റെ ആളുകളും ഇസ്രായേൽ മക്കൾ 12 മക്കളും എല്ലാം കൂടെ വന്നിട്ട് പാലസ്തീനിൽ അവർ കയറി കഴിഞ്ഞപ്പോ വലിയൊരു കരച്ചിൽ കഴിഞ്ഞപ്പോ നാട്ടുകാർ പറഞ്ഞു, ഇത് മിസ്രയീമ്യരുടെ കരച്ചിലാന്ന് പറഞ്ഞു. ഇത് മിസ്രയീമ്യരുടെ കരച്ചിൽ. ആരാണ് പ്രധാനപ്പെട്ട ചത്തുപോയത്? ആരാണ്? ജാതികൾ കരയുന്ന തലയിട്ട് അടിച്ചോ എനിക്കാരും ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ ആത്മഹത്യ ചെയ്യാനൊക്കെ പോകുന്നു. വിശ്വാസികൾ കരയുന്ന അങ്ങനെയാണ്. വിശ്വാസികൾ കരയുന്നത് എങ്ങനെയാണ്? ദാസൻ മരിച്ചപ്പോഴത്തെ പോലെ കരച്ചില്ല. ദുഃഖമുണ്ട്, പ്രത്യാശയില്ലാഞ്ഞിട്ടല്ല.
വിധവയെ ഓർക്കുമ്പോൾ ഇനി അവർക്ക് ഭർത്താവില്ല, മക്കളെ ഓർക്കുമ്പോൾ അനാഥരാണ്, കരച്ചിൽ വരും. നമ്മളെ വഴുതും പറഞ്ഞ് നടത്തിയവരെ, നമ്മളെ സ്നേഹിച്ചവരെ, നമ്മളെ സഹായിച്ചവരുമായിരിക്കുന്ന ആളുകള് അവർക്ക് മരിക്കുമ്പോൾ നമുക്കൊരു ദുഃഖമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ? ദുഃഖമുണ്ട്. എന്തിന് നമ്മുടെ മക്കൾ അമേരിക്ക പോകുമ്പോൾ കരുന്ന് കാണാമല്ലോ എയർപോർട്ടിൽ, ഇല്ലേ? എന്തിനാ ഈ അമേരിക്ക എത്രയോ കാലമായിട്ട് പ്രാർത്ഥിച്ച് എത്ര പേർക്ക് ഏജൻസിക്ക് കാശും കൊടുത്ത് അവസാനം ഒരു വിസയൊക്കെ കിട്ടി, ടിക്കറ്റും ഒക്കെ കടമെടുത്ത് പ്ലെയിനിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു കരച്ചിലുണ്ട്. അമ്മ കരയാതെ ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞാലോ. അതുപോലെ പെൺപിള്ളേർ കല്യാണം കഴിയാതെ ഇങ്ങനെ നോക്കി ഇതൊക്കെ ആയി, പ്രായമൊക്കെ ആയി, അവസാനം ഒരു കല്യാണമൊക്കെ വന്നു. കല്യാണത്തിന് അങ്ങോട്ട് ഇറങ്ങാൻ നേരം ഒരു കരച്ചില്ല. നീ എന്തിനാണ് ഇപ്പൊ കരയുന്നത്? എത്ര കാലം നോക്കി ചിരിക്കുകയല്ലേ. ഞാൻ അവിടത്തെ ചെന്നപ്പോ അങ്ങനെ പോന്നു. ഇയാളെന്നെ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഒറ്റ പോക്ക്, അപ്പനും ഒന്നും കൊടുത്തില്ല, അമ്മയ്ക്കും ഒന്നും കൊടുത്തില്ല, ഒരു നല്ലൊരു ഹായ് പറഞ്ഞ ഒരൊറ്റ പോക്കാണ്. അപ്പൊ ഞാൻ ഭാര്യ എപ്പോഴും ഓർക്കുന്നത് അത് ഭയങ്കരമായിപ്പോയി ആ പോക്ക്. ഏത് പരിചയം കള്ളക്കരച്ചിലാണെന്ന് കരച്ചിൽ ഇത്രയും നാൾ പ്രവർത്തിക്കണോ അപ്പോഴും അമ്മയും. അത് കള്ളക്കരച്ചിലല്ല, നല്ല കരച്ചിൽ തന്നെയാണ്, സ്നേഹത്തിന്റെ കരച്ചിൽ, സന്തോഷത്തിന്റെ കരച്ചിൽ. അപ്പൊ ഞാനോ പിന്നെ നമ്മളെ സ്നേഹിച്ചവര് മരിക്കുമ്പോൾ നമ്മൾ കരയണമെന്നാ പറയുന്നത്. കരയുന്നത് മനസ്സിന് നല്ലതാണ്, ആരോഗ്യത്തിന്, മാനസിക ആരോഗ്യത്തിന് നല്ലതാണ്. കരയാതിരിക്കുന്നത് നല്ലതല്ല. സങ്കടം ഉണ്ടായിട്ട് വേണ്ടല്ലേ, ഉള്ളിൽ ഒതുക്കുന്നില്ല, പുറത്തുമില്ല. അങ്ങനല്ല. നമ്മളെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ നമ്മൾ കരയണം. പരസ്യമായിട്ട് അങ്ങനെ അയ്യോ വിളിച്ച് കരയണമെന്നല്ല. കരച്ചിലൊക്കെ പ്രൈവറ്റ് ആക്കിക്ക് വിരോധമില്ല, പക്ഷെ കരയണം. ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ കരയണം, മരിക്കുമ്പം മക്കള് കരയണം, വേണം. പുനമേ മരിക്കുമ്പോൾ മക്കള് കരയണം. നല്ലതാണ്, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അവരെ പറ്റിയുള്ള നല്ല ഓർമ്മകൾ. ഇപ്പൊ പൗലോസ് പറഞ്ഞു, നിങ്ങൾ ജാതികളെ പോലെ ദുഃഖിക്കരുത്, അവർക്ക് പ്രത്യാശയില്ല, നമുക്ക് പ്രത്യാശയാണ്. നമ്മളതുകൊണ്ടല്ലയോ അടക്കുന്നത്? എങ്ങനെ അടക്കുന്നത്? ഉറങ്ങുന്നതിന് പറയുന്നത്, ദാസ ഉറങ്ങുകയാവുന്നു, അങ്ങനെയാ പറയുന്നത്. ക്രിസ്തു നിദ്ര കൊള്ളുന്നവർ, നിദ്ര എന്ന് പറഞ്ഞ ഉറക്കമെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഈ പെട്ടിക്കകത്ത് മനോഹരമായിട്ട് വെൽവെറ്റ് തുണിയൊക്കെ അകത്തിട്ട്, അല്ലെങ്കിൽ ഫ്ലാൻ തുണിയൊക്കെ അകത്തിട്ട് നല്ല ചോക്ക് വെച്ചിട്ട് കൈയൊക്കെ ഇങ്ങനെ വെച്ച് അങ്ങനെ കിടക്കും. അതെ, എന്തിനാന്ന് ചോദിച്ചാല് ഭംഗിയായി. ചിലരൊരു കിരീടമൊക്കെ വെക്കും. എന്തിനാ കിരീടം വെക്കുന്ന എനിക്കറിയില്ല. ശവത്തിൽ എന്തിനാ കിരീടം വെക്കുന്ന എനിക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല. മനസ്സിലാകാത്ത ചില കാര്യങ്ങളുണ്ട്. ഞങ്ങൾ നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ച് അങ്ങനെ കിടക്കും, നല്ല കാര്യമാണ്. പ്രത്യാശ നമ്മൾ ചുടുകയും കത്തിച്ച് കളയൊന്നുമില്ല, കാരണം ഇത് ഉയർക്കാനുള്ളതാണ്. ഉറങ്ങുന്ന ആളിനെ നമ്മൾ എങ്ങനെ കൊണ്ട് കിടത്തുന്നത്? അതുപോലെയാണ് നമ്മൾ മരിക്കുന്ന ആളുകളെ കൊണ്ട് കിടത്തുന്നത്. മണ്ണിൻ്റെ അകത്ത് കുഴിച്ചിരുന്ന് ബൈബിളെങ്ങും പറഞ്ഞിട്ടില്ല മണ്ണിൽ കുഴിച്ചിട്ടെന്ന്. ഞാൻ പരിശോധിച്ച് നോക്കട്ടെ. ശവ കല്ലറ കിടക്കുന്നേ ഉള്ളൂ, മണ്ണിൽ കുഴിച്ചിട്ടു എന്നൊരു പ്രയോഗമില്ല. കാരണം എന്ന് പറഞ്ഞത്, ഈ മണ്ണിൽ കുഴിക്കുക എന്ന് പറഞ്ഞാൽ മണ്ണോടൊക്കെ ചേരും എന്നുള്ള കാര്യം ശരി, അതൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ഈ മണ്ണാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു സിമ്പൽ എന്ന നിലയിൽ കല്ലറയിൽ അടക്കം ചെയ്യുമ്പോൾ എന്താണ്? ഉയർത്തെഴുന്നേൽക്കുക, ഉറങ്ങുന്നതിന്റെ ഒരു ചിഹ്നം, നമ്മുടെ പ്രത്യാശയുടെ ഒരു ഭാഗം. അതുകൊണ്ടാണ് നമ്മൾ ദഹിപ്പിക്കാത്തത്. കാരണം ഈ ശരീരത്തെക്കുറിച്ചുള്ള നമ്മുടെ പദ്ധതി കഴിഞ്ഞിട്ട്, ഈ ശരീരത്തെക്കുറിച്ച് ഇനിയും ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഈ ശരീരത്തെ തന്നെയാണ് ഉയർപ്പിക്കുന്നത്, ഇതിനെ തന്നെ മഹത്വീകരിക്കണം. അതൊക്കെ നമുക്കുണ്ട്. അപ്പൊ നമുക്ക് പ്രത്യാശ ഒത്തിരി ഉണ്ട്. അപ്പോ നമ്മൾ ക്രിസ്ത്യ ജീവിതത്തിൽ വളർന്നു വരണം കേട്ടോ, വർദ്ധിച്ചു വരണം. ഈ പറഞ്ഞ എല്ലാ 5 മേഖലകളിലും വർദ്ധിച്ചു വരണം. ഒരു വർധനവ് നമുക്കുണ്ടാകും. അത് നമ്മുടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മനോഭാവമാണ്, ഒരു ആറ്റിറ്റ്യൂഡാണ്, വാല്യൂ സിസ്റ്റമാണ്, മൂല്യവ്യവസ്ഥിതിയാണ്. നമുക്ക് അങ്ങനെ വേണം. ഉണ്ടായാൽ പോരാ, വർദ്ധിച്ചു വരണം. നിങ്ങൾ വർദ്ധിച്ചു. പത്രോസ് പറഞ്ഞത്, നിങ്ങൾ വർദ്ധിക്കുന്നുവെങ്കിൽ പ്രയോജനമില്ലാത്തവരാവില്ല. അതില്ലാത്തവനോ ക്രിസ്തുദൃഷ്ടിയുള്ളവർ, മുൻപിലത്തെ പാപങ്ങളെ കുറിച്ചുള്ള ശുദ്ധീകരണം മറന്നവരും ഒക്കെയാണ്. നമ്മൾ അങ്ങനെയുള്ളവരല്ല. നമ്മൾ വിശുദ്ധിയിൽ വളർന്നു വരുന്നവരും, എല്ലാ നിലയിലും വളർന്നു വരുന്നവരും, എല്ലാ നിലയിലും സാമ്പത്തികമായി വളരുന്നവരാണ്, ശാരീരികമായി വളരുന്നവരാണ്, മാനസികമായി വളരുന്നവരാണ്, ആത്മീയമായി വളരുന്നവരാണ്. എല്ലാത്തിലും നമ്മൾ വളരുന്നവർ. ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വളർച്ചയുടെ ജീവിതമാണ്. അപ്പോൾ ദൈവം അങ്ങനെ നമ്മെ സഹായിക്കും. ദൈവനാമം മഹത്വപ്പെടുവാണ്.